ഹായ് മക്കളെ, അപ്പൊ എല്ലാവർക്കും പൈത്തൺ മാത്ത് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫിറോസ് അഹമ്മദ്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് 10ാം ക്ലാസ് ICSEയുടെ 5ാമത്തെയും 6ാമത്തെയും ചാപ്റ്റർ ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻസും സോൾവിങ് ക്വാഡ്രാറ്റിക് പ്രോബ്ലംസും ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതിൽ നമുക്ക് എങ്ങനെയൊക്കെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നോക്കുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ സിക്സ്ത് ചാപ്റ്ററിൽ പറയുന്നത് ഇതേ സെയിം ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് തന്നെയാണ്, പക്ഷെ അതിന്റെ വേർഡ് പ്രോബ്ലംസ് ആണ്. ഓക്കെ, അപ്പൊ ഒരു വേർഡ് പ്രോബ്ലംസ് തന്നാൽ നമുക്ക് അതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് ഒരു ഇക്വേഷൻ ആക്കി മാറ്റാൻ പറ്റും, അപ്പൊ അങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടുമ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളതിനെ പറ്റിയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ മുമ്പ് ചെയ്യുന്നത് പോലെ തന്നെ എന്താണ്, ഫുൾ ചാപ്റ്റർ ഒരു ചാപ്റ്റർ മൊത്തം നമ്മൾ 1 hour കൊണ്ട് റിവൈസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും 2024 സ്പെസിമെനിലെയും 24 മെയിൻ എക്സാമിന്റെയും ക്വസ്റ്റ്യൻസും കൂടെ ഈ 2 ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളും കൂടെ എന്ത് ചെയ്യുകയാണ്, വർക്കൗട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. സോ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ളതാണ്. പേര് പോലെ തന്നെ ക്വാഡ്രാറ്റിക്. ഓക്കെ, സോ ക്വാഡ്രാറ്റിക് നമുക്കറിയാം അല്ലേ, ഇറ്റ്സ് എ സ്ക്വയർ ഷേപ്ഡ്. ഓക്കെ, സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ നമുക്കൊരു 4 സൈഡുള്ള അതിനെയാണ് നമ്മൾ എന്താണ് ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്നത്. ക്വാഡ്രിലാറ്ററൽസ് എന്ന് വിളിക്കാൻ കാരണം 4 സൈഡ് ഉള്ളതാണ്. അതൊക്കെ അപ്പൊ ആക്ച്വലി അതെന്താണ്, അതൊരു സ്ക്വയർ മോഡൽ ഷേപ്ഡ് ആണ്. ഓക്കെ, സ്ക്വയർ അല്ല, ബാക്കിയെല്ലാ 4 സൈഡിലും വരും അതിൻ്റെ അകത്ത്. പക്ഷെ നമ്മൾ ഇവിടെ ഒരു സ്ക്വയർ മോഡലാണ് എടുക്കാൻ വേണ്ടി പോകുന്നത് ക്വാഡ്രാറ്റിക്. ഓക്കെ, നമ്മൾ ഇതിനു മുമ്പ് ലീനിയർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. ലീനിയറിന്റെ പ്രത്യേകത എന്താണ്, അവിടെ ഒരു എക്സ് ടേം മാത്രമായിട്ട് കിടക്കും. ഓക്കെ, എക്സിന് പവർ ഉണ്ടാകോ, ഇല്ല. ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നതില് an equation with one variable, ഇക്വേഷനിൽ എത്ര വേരിയബിൾ ഉണ്ട്, ഒരു വേരിയബിൾ ഉള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. in which the highest power of the variable, ആ തന്നിരിക്കുന്ന വേരിയബിളിന്റെ ഏറ്റവും വലിയ പവർ, നമ്മൾ ലീനിയർ പഠിച്ചപ്പോ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്ന ആരായിരുന്നു, 1 ആയിരുന്നു. ഇവിടെ ക്വാഡ്രാറ്റിക് വരുമ്പോൾ ദ ഹയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ, ആ വേരിയബിളിന്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടെങ്കിൽ ആ വേരിയബിളിന്റെ ഏറ്റവും വലിയ പവർ എത്രയാണ്, 2 ആണ്. അതിനർത്ഥം 1 വരാൻ പറ്റുമോ, 1 വരാം. പക്ഷെ 3 വരാൻ പറ്റുമോ പവറായിട്ട്, ഇല്ല. ഓക്കെ, കാരണം 3 പവറായിട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പവർ ആരായിട്ട് മാറും, 3 ആയിട്ട് മാറും. അപ്പോ ഉള്ള പവറുകളിൽ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്ന ആരാണ്, 2 ആണ്. അതിനർത്ഥം വേരിയബിളിന് 1 പവർ വരാം, 2 പവർ വരാം, പവർ ഇല്ലാതെയും വരാം. ഓക്കെ, 3 കേസസ് മാത്രമേ ഇതിന്റെ അകത്ത് വരാൻ പറ്റത്തുള്ളൂ. പക്ഷെ എന്തായാലും ഏത് വേണം, 2 പവറായിട്ട് വരുന്ന ഒരു വേരിയബിൾ എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാകണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഹയസ്റ്റ് പവർ 2 വരാൻ പറ്റുമോ, ഇല്ല. അപ്പോ ഒരു വേരിയബിളിന്റെ പവർ, ഹയസ്റ്റ് പവർ എന്ന് പറയുന്ന 2 വരുന്ന ടൈപ്പ് ഓഫ് ഇക്വേഷൻസിനെയാണ്, ഇക്വേഷൻ നമുക്കറിയാം അല്ലേ, ഈക്വൽ ടു സൈൻ ഉള്ളതിനെയാണ് ഇക്വേഷൻ. 2 വശം, ഈക്വൽ ടു സൈന്റെ 2 വശം, അതായത് 2 ആൽജിബ്രായിക് എക്സ്പ്രഷനെ ഈക്വൽ ടു വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളതിൽ വേരിയബിൾ ഉണ്ട്, ഒരു വേരിയബിൾ ഉണ്ട്, ആ വേരിയബിളിന്റെ പവർ എത്രയാണ്, 2 ആണ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഇനി അതിന്റെ സ്റ്റാൻഡേർഡ് ഫോം എങ്ങനെയായിരിക്കും, ദ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് ax² plus bx plus c equals 0. ഓക്കെ, അപ്പോ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്, ax² plus bx plus c equals 0. അപ്പൊ ഇതാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം. നോക്കിക്കേ, ഹയസ്റ്റ് പവർ 2 ആണ്, എക്സിന്റെ ഹയസ്റ്റ്, എക്സ് ആണ് ഇവിടെ വേരിയബിൾ, എക്സിന്റെ ഹയസ്റ്റ് പവർ 2 ആണ്. അപ്പൊ നിങ്ങൾ ചോദിച്ചു കളയല്ലേ, എയും ബിയും സിയും ഒക്കെ വേരിയബിൾ ആയിട്ടല്ലേ സാറേ കിടക്കുന്നതെന്ന്. ഇത് ആക്ച്വലി കോൺസ്റ്റൻസിന് പകരം നമ്മൾ കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ, കോഎഫിഷ്യന്റ്, എനെ വിളിക്കുന്ന പേര് കോഎഫിഷ്യന്റ് ഓഫ് x², അതൊരു നമ്പർ ആയിരിക്കും. ബി എന്ന് പറയുന്നതും ഒരു നമ്പർ ആയിരിക്കും നമ്മളുടെ ചോദ്യാസ്പദമാക്കി വരുമ്പോൾ. ഓക്കെ, അപ്പോ ബി എന്ന് പറയുന്നത് എന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് എക്സ്. സി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, സി ഈസ് കാൾഡ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് ഓഫ് x², ബി എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് ഓഫ് എക്സ്, സി എന്ന് പറയുന്ന എന്താണ്, കോൺസ്റ്റന്റ്. അപ്പൊ ഈ ഒരു മോഡലിൽ നമുക്ക് എഴുതാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
അതിൽ എ ബി സി എന്ന് പറയുന്ന റിയൽ നമ്പേഴ്സ് ആയിരിക്കും. എ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 വരണം. കാരണം എ 0 വന്നാൽ എന്ത് പറ്റും മക്കളെ? എക്സ് സ്ക്വയറിന്റെ ടേം അപ്രത്യക്ഷമാകും. എക്സ് സ്ക്വയറിന്റെ ടേം അപ്രത്യക്ഷമായാൽ ഇങ്ങനെ മാറ്റി വെച്ചാൽ നോക്കിക്കേ, നമുക്കിത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആകോ? ഇല്ല. ഇവിടെ എക്സിന് ഹയസ്റ്റ് പവർ 1 വരത്തുള്ളൂ. അപ്പൊ അത് ലീനിയർ ആയിട്ട് മാറും. ഓക്കെ, അതുകൊണ്ട് എ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ബിയും സിയും 0 വന്നാലും കുഴപ്പമില്ല. കാരണം നമ്മൾ എക്സ് ടേം ഇല്ലാന്ന് വെച്ചിട്ട് എന്താവൂല? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവാതിരിക്കത്തില്ല. പക്ഷെ എക്സ് ഇല്ലാതെ വരുമ്പോൾ നമുക്ക് നോക്കാൻ അറിയാം, എക്സിനാകെ ഒരേ ഒരു പവർ മാത്രമേ ഉള്ളൂ, 2 എന്ന് പറയുന്ന പവർ മാത്രമേ ഉള്ളൂ. അപ്പൊ 1 പവർ ആയിട്ട് വരുന്ന ആരുമില്ല. അപ്പൊ ഇതെന്താണ്? പ്യുവർ ആണ്. അതാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന മക്കളെ, പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ പ്യുവർ എന്ന് പറയണമെങ്കിൽ the quadratic equation contains only the square of the unknown. അൺനോണിന്റെ എന്ത് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ? സ്ക്വയർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്ന? പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈസിയാണ്. ആക്ച്വലി സീനെ അപ്പുറത്തോട്ടെടുത്ത് ബൈ എ ചെയ്തിട്ട് റൂട്ട് എടുത്താൽ മതി. നമുക്ക് സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടും. വേറെ ഫോർമുലയിലോട്ടോ കാര്യങ്ങൾക്കോട്ടോ നമുക്ക് പോവേണ്ടി വരത്തില്ല. ഓക്കെ, അപ്പോ പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതിൽ എന്ത് കാണില്ല? എക്സ് ടേം കാണില്ല. എക്സ് സ്ക്വയറിന്റെ ടേമും കോൺസ്റ്റന്റും മാത്രമേ ആ ഇക്വേഷനിൽ കാണത്തുള്ളൂ. ഇനി അഡ്ഫക്റ്റഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ആര് കാണില്ല? കോൺസ്റ്റന്റ് കാണില്ല. കോൺസ്റ്റന്റ് ഇല്ലാതെ വന്നാലും അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവില്ലേ? ആകും. ഹയസ്റ്റ് പവർ സ്ക്വയർ തന്നെയല്ലോ. അപ്പൊ പിന്നെ നോക്കിക്കേ, സി ഇല്ലാതെ വന്നാലും നമുക്കത് പറയാൻ പറ്റും. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഈക്വൽ ടു 0 എന്ന് മാത്രമേ ഉള്ളൂ. അതായത് എക്സിന്റെ ടേമുകൾ മാത്രമേ അവിടെയുള്ളൂ. കോൺസ്റ്റന്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ എക്സ് സ്ക്വയർ ടേമും എക്സ് ടേമും അവിടെ കാണും. അങ്ങനെ വരുന്ന ഇക്വേഷൻ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വിളിക്കുന്ന പേരാണ് അഡ്ഫക്റ്റഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. If a quadratic equation contains only two terms where one is a square term and the other is the first power of the unknown. Okay, സ്ക്വയർ ടേമും ഫസ്റ്റ് പവറും അത് രണ്ടും മാത്രമേ, എക്സ് ടേമും എക്സ് സ്ക്വയർ ടേമും മാത്രമേ ഉള്ളൂ എങ്കിൽ, അതായത് കോൺസ്റ്റന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അഡ്ഫക്റ്റഡ് എന്ന് വിളിക്കും. ഇനി എക്സ് ടേം ഇല്ല, എക്സ് സ്ക്വയർ ടേമും കോൺസ്റ്റന്റും മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് വിളിക്കും. ഓക്കെ, ചുരുക്കം പറഞ്ഞാൽ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഏതൊക്കെ മോഡലിൽ നമുക്ക് എഴുതാൻ പറ്റും? ഒന്നുകിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം ആയിട്ടുള്ള എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. അവിടെ എക്സ് സ്ക്വയർ ടേം ഉണ്ട്, എക്സ് ടേം ഉണ്ട്, കോൺസ്റ്റന്റ് ഉണ്ട്. ഇത്രയും വരുന്ന രീതിക്ക് എഴുതാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ബി എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. അവിടെ എക്സ് സ്ക്വയറിന്റെ ടേമും എക്സ് ടേമും വരുന്നുണ്ട്, ആ രീതിക്ക് എഴുതാൻ പറ്റും. അതും അല്ലെങ്കിൽ എ എക്സ് സ്ക്വയർ പ്ലസ് സി ഈക്വൽ ടു 0, എക്സ് സ്ക്വയറിന്റെ ടേമും സിയും വരുന്ന രീതിക്കും നമുക്ക് എഴുതാൻ പറ്റും. ഈ 3 മോഡലിലാണ് നമുക്ക് എന്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ അല്ലേ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെയൊക്കെയാണ്, അതിന്റെ ഫോം എന്താണെന്നുള്ളതൊക്കെ ക്ലിയർ അല്ലേ? എന്നാൽ ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാം. 2 മെത്തേഡ് ഓഫ് സോൾവിംഗ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഫാക്ടറൈസേഷൻ. ആദ്യത്തെ മെത്തേഡ് എന്താണ്? സോൾവിംഗ് ബൈ ഫാക്ടറൈസേഷൻ. അതായത് നമുക്കുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷനെ, എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമ്മൾ ഈ ഒരു മോഡൽ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് ആക്കിയിട്ട് അതിനെ 2 ഫാക്ടേഴ്സ് ആയിട്ട്, എക്സിന്റെ 2 ഫാക്ടേഴ്സ് ആയിട്ട് തിരിച്ചെഴുതി ഓരോന്നിനെയും 0 ഇക്വേറ്റ് ചെയ്യുന്ന മോഡലിനെയാണ് എന്തെന്ന് പറയുന്നത്? സോൾവിംഗ് ബൈ ഫാക്ടറൈസേഷൻ. അപ്പൊ നിങ്ങൾ സോൾവിംഗ് ബൈ ഫാക്ടറൈസേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ അതിന് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനുള്ള 4 സ്റ്റെപ്സ് ആണിത്. ഓക്കെ, സ്റ്റെപ്സ് ടു സോൾവ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ബൈ ഫാക്ടറൈസേഷൻ. ഫസ്റ്റത്തെ എന്താണ്? സ്റ്റെപ്പ് 1 എന്ന് പറയുന്ന ക്ലിയർ ഓൾ ഫ്രാക്ഷൻസ് ആൻഡ് ബ്രാക്കറ്റ്സ് ഇഫ് നെസസറി. നമുക്ക് എന്തെങ്കിലും ബ്രാക്കറ്റ്സോ പരാന്തസിസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്ത്, ഓക്കെ, സിംപ്ലിഫൈ ചെയ്യാനുള്ളത് സിംപ്ലിഫൈ ചെയ്ത് അങ്ങനെ എല്ലാം സോൾവ് ചെയ്ത് നമ്മൾ അതെല്ലാം ബ്രാക്കറ്റ്സും ഫ്രാക്ഷൻസും എല്ലാം സോൾവ് ചെയ്ത് വെക്കുക. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ട്രാൻസ്പോസ് ഓൾ ദ ടേംസ് ടു ദ ലെഫ്റ്റ് സൈഡ് ടു ഗെറ്റ് an equation in the form ax square plus bx plus c equal to 0. അതായത് എല്ലാ ടേമുകളെയും നമുക്ക് അപ്പുറത്ത് ഈക്വൽറ്റിന്റെ അപ്പർ സൈഡ് ഇപ്പർ സൈഡ് 2 സൈഡിൽ LHS-ലും RHS-ലും ആയിട്ടായിരിക്കും സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് അല്ലെ. ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുക? ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. ഇതെല്ലാം കൂടെ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഓക്കെ നമ്മളുടെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് എഴുതുക. എക്സ് സ്ക്വയറിന്റെ ടേം, എക്സിന്റെ ടേം കോൺസ്റ്റന്റ്, ആ ഒരു മോഡലിലേക്ക് എഴുതി നിർത്തുക. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബാക്കി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനുള്ളതൊക്കെ സിംപ്ലിഫൈ ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാം ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നിട്ട് എല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്യുക. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാക്ടറൈസ് ദ എക്സ്പ്രഷൻ ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള എക്സ്പ്രഷനെ ഫാക്ടറൈസ് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള എക്സ്പ്രഷനെ ഫാക്ടറൈസ് ചെയ്യാൻ നമുക്ക് 2 രീതി എടുക്കാം. 2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് 2 നമ്പേഴ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, ഫാക്ടറൈസേഷനെ ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടി 2 നമ്പേഴ്സ് കണ്ടുപിടിക്കണം. ആ നമ്പേഴ്സിന്റെ പ്രത്യേകത അതിന്റെ പ്രൊഡക്റ്റ്
ഓക്കെ, നമ്മളിപ്പോ ഒരു പി ക്യൂ എന്ന് പറഞ്ഞ രണ്ട് നമ്പേഴ്സ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ പി ടൈംസ് ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം? എ സി ആയിരിക്കണം. പി ടൈംസ് ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം? എ സി ആയിരിക്കണം. ഓക്കെ, എന്നിട്ട് പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം? പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് ബി ആയിരിക്കണം. അങ്ങനെ നമുക്ക് ഒരു പിയും ക്യൂവും കണ്ടുപിടിക്കാൻ പറ്റണം. ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. അങ്ങനെ രണ്ട് പിയും ക്യൂവും കണ്ടുപിടിക്കാൻ പറ്റണം. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയാൽ നമുക്ക് ബി എക്സിനെ പി എക്സ് പ്ലസ് ക്യൂ എക്സ് എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബി എക്സിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും? പി എക്സ് പ്ലസ് ക്യൂ എക്സ് എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എ എക്സ് സ്ക്വയറിൽ നിന്നും പി എക്സിൽ നിന്നും കോമൺ ആയിട്ടുള്ളത് പുറത്തെടുക്കുക, ക്യൂ എക്സിൽ നിന്നും സി നിന്നും കോമൺ ആയിട്ടുള്ളത് പുറത്തെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എന്നിട്ട് അതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഫാക്ടറൈസ് ചെയ്യാനുള്ള രീതിയാണ് പറഞ്ഞത്. ഫാക്ടറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആക്ച്വലി നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്, സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ഒക്കെ വെച്ച് പഠിച്ചിട്ടുണ്ട്. അതേ സെയിം മെത്തേഡാണ് നമ്മൾ ഇവിടെയും ഫാക്ടറൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. എ സി വരുന്ന ഒരു രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എ സി ആയിരിക്കണം, സം ബി ആയിരിക്കണം. ആ രീതിക്ക് രണ്ട് നമ്പർ കണ്ടുപിടിക്കുക. എന്നിട്ട് ബി എക്സിനെ പി എക്സ് പ്ലസ് ക്യൂ എക്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എ എക്സ് സ്ക്വയർ നിന്നും പി എക്സ് നിന്നും കോമൺ ആയിട്ടുള്ളത് എക്സും കാണും. പിന്നെ ഏതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അതും കോമൺ ആയിട്ടുള്ളത് പുറത്തെടുക്കുക. ക്യൂ എക്സ് നിന്നും സി നിന്നും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തെടുക്കുക. എന്നിട്ട് അതിൽ രണ്ടിൽ അപ്പൊ നമുക്ക് രണ്ടിന്റെ ബ്രാക്കറ്റിൽ കിടക്കുന്ന സെയിം സാധനം ആയിരിക്കും. അതും കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ നമുക്ക് രണ്ട് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അങ്ങനെ രണ്ട് പ്രൊഡക്റ്റ് ആയിട്ട് രണ്ട് ഫാക്ടേഴ്സ് ആയിട്ട് കിട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈച്ച് ഫാക്ടറിന് അപ്പൊ നമുക്ക് രണ്ട് ഫാക്ടർ കിട്ടും. അതിൽ ഓരോ ഫാക്ടറിനെയും നോക്കിക്കുക. അതാണ് സ്റ്റെപ്പ് 4 പറയുന്ന പുട്ട് ഈച്ച് ഫാക്ടർ ഈക്വൽ ടു 0. ഓരോ ഫാക്ടറിനെയും 0ക്ക് ഇക്വേറ്റ് ചെയ്യുക, എന്നിട്ട് സോൾവ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര എക്സ് കിട്ടും? 2 എക്സ് വാല്യൂസ് കിട്ടും. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്ക് രണ്ട് ഫാക്ടേഴ്സിനെയും ഈക്വൽ ടു 0 ഇട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന റൂളാണ് എന്ത്? സീറോ പ്രൊഡക്റ്റ് റൂൾ. ഓക്കെ, അത് പറയുന്നത് എന്താന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും രണ്ട് എക്സ്പ്രഷന്റെ പ്രൊഡക്റ്റ് 0 ആവുക, അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് 0 ആവുക എന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും പറ്റുള്ളൂ, 0 ആയാലേ പറ്റുള്ളൂ. whenever the product of two expression is 0, at least one of the expression is 0. ഒരു എക്സ്പ്രഷൻ എങ്കിലും എന്തായേ പറ്റുള്ളൂ? 0 ആയാലേ പറ്റുള്ളൂ. ആ ഒരു റൂൾ ഉപയോഗിച്ചാണ് നമ്മൾ രണ്ടും 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നത്. ഒന്നുകിൽ ഒരു ഫാക്ടർ 0 ആകാം, അല്ലെങ്കിൽ മറ്റേ ഫാക്ടർ 0 ആകാം. അതും അല്ലെങ്കിൽ രണ്ടും കൂടെ 0 ആകാം. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും 0 ആയാലേ പറ്റത്തുള്ളൂ. ഏതെങ്കിലും ഒന്ന് 0 ആയാൽ അതെന്താകും? നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 2 ആകും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് രണ്ടിനെ നമ്മൾ സെപ്പറേറ്റ് 0ക്ക് ഇക്വേറ്റ് ചെയ്ത് രണ്ട് എക്സ് വാല്യൂസ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആ സിറ്റുവേഷനിൽ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള എക്സ് വാല്യൂ ഏതാന്ന് നോക്കുക. രണ്ടും ആപ്റ്റ് ആണെങ്കിൽ രണ്ടും ചൂസ് ചെയ്യുന്നു. രണ്ട് ഡിഫറെന്റ് സൊല്യൂഷൻസ് ഉണ്ടെന്ന് പറയുന്നു. ഇല്ല, നമുക്ക് എന്താണ് ഒരെണ്ണം ആപ്റ്റ് ആയിട്ടുള്ളെങ്കിൽ അത് നമ്മൾ ചൂസ് ചെയ്യുന്നു, മറ്റേത് എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ ലെങ്ത് ഒക്കെ എടുക്കുകയാണ്. ഒരെണ്ണം പോസിറ്റീവും കിട്ടി, മറ്റൊന്ന് നെഗറ്റീവും കിട്ടി. ഓക്കെ, ലെങ്ത് നമുക്കറിയാം, ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത് എന്നൊക്കെ പറയുന്ന എപ്പോഴും എന്തേ വരത്തുള്ളൂ? പോസിറ്റീവേ വരത്തുള്ളൂ. അപ്പൊ അവിടെ നെഗറ്റീവ് വരുന്ന എക്സ് വാല്യൂ ചൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതപ്പോ നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. പോസിറ്റീവ് മാത്രം ചൂസ് ചെയ്യാം. ഇനി അല്ലെങ്കിൽ അഥവാ ഒരു എണ്ണത്തിനെ സൂചിപ്പിക്കുന്ന സമയത്ത്, അതായത് നമ്പർ ഓഫ് പീപ്പിൾ ആണ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തുള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെ നമ്പർ ഓഫ് പീപ്പിൾ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്ന സ്ഥലത്ത് ഒരിടത്ത് നമുക്ക് ഫ്രാക്ഷനും വന്നു, ഒരിടത്ത് ഒരു നാച്ചുറൽ നമ്പർ വന്നു. എണ്ണം എപ്പോഴും നാച്ചുറൽ നമ്പർ അല്ലേ വരത്തുള്ളൂ, കൗണ്ടിങ് നമ്പർ അല്ലേ വരത്തുള്ളൂ. അല്ലാതെ ഒരാളുടെ പകുതിയെ മുറിച്ച് നമുക്ക് അയാൾ അവിടെ നിർത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചൂസ് ചെയ്യുക? നാച്ചുറൽ നമ്പർ ചൂസ് ചെയ്യുക. അപ്പൊ അങ്ങനെ നമുക്ക് ഏതാണോ ആപ്റ്റ് നോക്കി ആ എക്സ് വാല്യൂ ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? സോൾവിംഗ് ബൈ ഫാക്ടറൈസേഷൻ. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു മോഡലിൽ ചെയ്തു പോകാം ഒരു പ്രോബ്ലം. അടുത്തത് സോൾവിംഗ് ബൈ ക്വാഡ്രാറ്റിക് ഫോർമുല. എന്താണ് സോൾവിംഗ് ബൈ ക്വാഡ്രാറ്റിക് ഫോർമുല? ക്വാഡ്രാറ്റിക് ഫോർമുല ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല നിങ്ങൾ ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചു ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ കഴിയണം. ആ ഒരു കാപ്പബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാകണം. ഓക്കെ, ആ ഒരു ക്വാഡ്രാറ്റിക് ഫോർമുല ആക്ച്വലി നിങ്ങൾ ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ചാപ്റ്ററിലോ മാത്രമല്ല, അടുത്ത് നിങ്ങൾ AP GP ഒക്കെ പഠിക്കുന്നതിലും അതല്ലാണ്ടുള്ള ബാക്കി പല ഏരിയ ഒക്കെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ ഒരു എക്സ് വാല്യൂ കണ്ടുപിടിക്കേണ്ട സിറ്റുവേഷൻസ് വരും. ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അവിടെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ഫോർമുല നല്ല വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. ഈ ഫോർമുല അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്തും ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഏത് ടൈപ്പ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷനും സോൾവ് ചെയ്യാൻ പറ്റും. എന്താണ് ആ ഫോർമുല? ഇഫ് ദ റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പൊ എന്താണ് ഈ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷനെയാണ്, എക്സ് വാല്യൂസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ. ഓക്കെ, ഒരു ഇക്വേഷന്റെ റൂട്ട് എന്ന് പറയുന്നത് അതിന്റെ സൊല്യൂഷനെയാണ്. ഓക്കെ, എവറി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഗീവ്സ് 2 values ഓഫ് ദ അൺനോൺ വേരിയബിൾ.
എല്ലാ ക്വാഡ്രാറ്റിക് ഇക്വേഷനും 2 വേരിയബിൾസ് തരും, 2 വാല്യൂസ് തരും. ആ വാല്യൂസിനെ പറയുന്ന പേരാണ് ഇത് റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, അപ്പോ ദ റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സൊല്യൂഷൻ ആണ്, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സൊല്യൂഷൻ അല്ലെങ്കിൽ എക്സിന് വരാൻ പറ്റുന്ന വാല്യൂസ്. ഓക്കെ, ഇങ്ങനെയുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് ax² പ്ലസ് bx പ്ലസ് c. ഇതിൽ a എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ആണ്, b എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ആണ്, c എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. എടുത്ത് വീണ്ടും പറയാനുള്ള കാര്യം നമ്മളെ ഫോർമുലയിൽ നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ മോഡലിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ എക്സ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഫോർമുല വിളിക്കുന്ന പേരാണെന്ത്? ക്വാഡ്രാറ്റിക് ഫോർമുല. ഇമ്പോർട്ടന്റ് ഫോർമുലയാണ് മക്കളെ. അപ്പൊ ക്വാഡ്രാറ്റിക് ഫോർമുല എന്താണ്? ക്വാഡ്രാറ്റിക് ഫോർമുല x ഈക്വൽസ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഓക്കെ, ഇവിടെ ബി ഏതാണോ അതിന്റെ നെഗറ്റീവ്. ഓക്കെ, അവിടെ ചിഹ്നവും കൂടെ ചേർത്ത് വേണം എടുക്കാൻ. എക്സ് സ്ക്വയർ മൈനസ് 6x ആണെങ്കിൽ അവിടെ ബി എന്ന് പറയുന്നത് എന്താണ്? -6 ആണ്. ഓക്കെ, ചിഹ്നവും കൂടെ ചേർത്ത് വേണം ഇങ്ങോട്ട് എടുക്കാൻ. ഓക്കെ, അപ്പൊ അവിടെ ഏതാണോ ചിഹ്നം കിടക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, അതാണ് മൈനസ് ബി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ് ക്വാഡ്രാറ്റിക് ഫോർമുല? എക്സ് ഈക്വൽസ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഓക്കെ, ഫോർമുല പഠിച്ചു വെക്കണേ മക്കളെ. അടുത്ത് ഇനി ഇതില് നമ്മൾ ഈ ബി സ്ക്വയർ മൈനസ് 4ac നമുക്ക് ഇതിന്റെ നാച്ചുറൽ ഓഫ് റൂട്ട്സ് കാര്യങ്ങൾ അടുത്ത സ്ലൈഡിൽ നമ്മൾ പഠിക്കും. ഓക്കെ, ആ റൂട്ടിന്റെ രീതി ഒക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഈ ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറഞ്ഞ സാധനമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡിസ്ക്രിമിനന്റ്. ഓക്കെ, എന്താണ് മക്കളെ? ഡിസ്ക്രിമിനന്റ്. അപ്പൊ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ കണ്ടുപിടിക്കേണ്ടേ? ബി സ്ക്വയർ മൈനസ് 4ac. For the quadratic equation ax square plus bx plus c equals 0, a not equals 0, the expression b square minus 4ac. അത് എന്തിന്റെ അകത്ത് കിടക്കുന്നത്? റൂട്ടിനകത്ത് കിടക്കുന്ന സാധനമാണ് കേട്ടോ. ഇവിടെ നമുക്ക് റൂട്ടിനകത്ത് പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം, 0 വരാം. നെഗറ്റീവ് എന്ന് അതിന് റിയൽ വാല്യൂ പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ കുറെ പ്രത്യേകതകൾ ഇതിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിന് എടുത്തു പറയുന്നത് കേട്ടോ. അപ്പോ ഡിസ്ക്രിമിനന്റ് എന്താണ്? ഡിസ്ക്രിമിനന്റ് b square minus 4ac. Okay, the discriminant of a quadratic equation is b square minus 4ac. b square minus 4ac യുടെ വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്ക്രിമിനന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ക്വാഡ്രാറ്റിക് ഫോർമുല എന്താ? x ഈക്വൽസ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. അതിൽ ബി സ്ക്വയർ മൈനസ് 4ac വിളിക്കുന്ന പേരാണ് ഡിസ്ക്രിമിനന്റ്. ഇനി നാച്ചർ ഓഫ് റൂട്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, അടുത്ത സ്ലൈഡിൽ നമ്മൾ കാണുമെന്ന് പറഞ്ഞു. എന്താണത്? നാച്ചർ ഓഫ് റൂട്ട്സ്. ഒരു റൂട്ടിന്റെ നാച്ചർ, എങ്ങനെയാണ് ആ റൂട്ട് ഇരിക്കുന്നത്, ഏത് ടൈപ്പ് ഓഫ് നമ്പർ വരാം എന്നൊക്കെ തീരുമാനിക്കുന്നത്. ആക്ച്വലി അത് തീരുമാനിക്കുന്ന ആരാണ്? സ്ക്വയർ റൂട്ടിനകത്തുള്ള ആളാണ്. അതായത് ബി സ്ക്വയർ മൈനസ് 4ac. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഡിസ്ക്രിമിനന്റ് ആണ്. അതാണ് ഇവിടെ പറയുന്നത്. ദ റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മീൻസ് ടു നോ ദ നാച്ചർ ഓഫ് ഇറ്റ്സ് റൂട്ട്സ്. ദാറ്റ് ഈസ് വെദർ ദേ ആർ റിയൽ, അവര് റിയൽ ആണോ, ഓർ ഇമാജിനറി. ഇമാജിനറി എന്ന് വെച്ചാൽ നോട്ട് റിയൽ. ഓക്കെ, ഇനി റാഷണൽ ആണോ, ഇറാഷണൽ ആണോ, ഈക്വൽ ആണോ, അൺഈക്വൽ ആണോ എന്നൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? അതിന്റെ ഡിസ്ക്രിമിനന്റ് ആണ്. അതിന്റെ എന്താണ്? ഡിസ്ക്രിമിനന്റ് ആണ്. The nature of roots of a quadratic equation depends entirely on the value of its discriminant. ഓക്കെ, നാച്ചർ ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് റിയൽ ആണോ, ഇമാജിൻ ആണോ, റാഷണൽ ആണോ, ഇറാഷണൽ ആണോ, ഈക്വൽ ആണോ, അൺഈക്വൽ ആണോ എന്നൊക്കെയുള്ള സിറ്റുവേഷൻ ആണ്. അത് തീരുമാനിക്കുന്ന ആരാണ്? ഡിസ്ക്രിമിനന്റ്. ബി സ്ക്വയർ മൈനസ് 4ac ആണ്. ഓക്കെ, സോ ഡിസ്ക്രിമിനന്റ് ഡി അഥവാ ബി സ്ക്വയർ മൈനസ് 4ac നമുക്ക് 0 വരാം, ഗ്രേറ്റർ ദാൻ 0 വരാം, ലെസ് ദാൻ 0 വരാം. അതിനനുസരിച്ച് റൂട്ടിന്റെ പ്രോപ്പർട്ടീസ് ആക്ച്വലി മാറും. ഓക്കെ, അപ്പൊ ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കുക. സ്ക്വയർ റൂട്ടിനകത്ത് 0 വന്നു. അപ്പൊ നമുക്ക് ഫോർമുല നമുക്കറിയാം. നോക്കിക്കേ, ഫോർമുല എന്താ? പ്ലസ് ഓർ മൈനസ് റൂട്ട് 0. അപ്പൊ ഇത് മൊത്തത്തിൽ എന്തായി? 0 ആയി. അത് മൊത്തത്തിൽ അപ്രത്യക്ഷമായില്ലേ? അപ്പൊ ഒറ്റ വാല്യൂ അല്ലേ ഒരാള്? മൈനസ് ബി ബൈ 2a. പ്ലസ് ഓർ മൈനസിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ മൈനസ് ബി ബൈ 2a വരത്തുള്ളൂ. ഓക്കെ, അതാണ് പറയുന്നത് ദ റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഈക്വൽ. ദ റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഈക്വൽ. റൂട്ട്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റിയലും ആയിരിക്കും, ഈക്വലും ആയിരിക്കും. റിയലും ആയിരിക്കും, ഈക്വലും ആയിരിക്കും. ഓക്കെ, ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആണെങ്കിൽ the roots are real and equal. Roots എന്തായിരിക്കും മക്കളെ? റിയലുമായിരിക്കും, ഈക്വലുമായിരിക്കും. The roots are real and equal. ഇനി ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0. ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് വിചാരിക്കുക. ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ റൂട്ടിന്റെ അകത്ത് പോസിറ്റീവ് വാല്യൂ വരാമല്ലോ, വരാം. അപ്പൊ നമുക്ക് പ്ലസ് റൂട്ട് വാല്യൂവും വരാം, മൈനസ് റൂട്ട് വാല്യൂവും വരാം. അപ്പൊ 2 ഡിഫറെന്റ് വാല്യൂസ് വരാം.
ഓക്കെ, റൂട്ടിന്റെ അകത്ത് പോസിറ്റീവ് വന്നാൽ അത് റിയൽ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് വാല്യൂസ് വരാം. അതുകൊണ്ടാണ് പറയുന്നത് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്നത് 0യെക്കാട്ടി വലുതാണെങ്കിൽ ദ റൂട്ട്സ് ആർ റിയൽ ആൻഡ് അൺഈക്വൽ. റിയലും അൺഈക്വലുമാണ്. അതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് മക്കളെ, എ ബിയും സിയും ഒക്കെ റാഷണൽ നമ്പർ ആണെങ്കിൽ, ഓക്കെ, ഇത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയാൽ, ബി സ്ക്വയർ മൈനസ് 4ac പെർഫെക്റ്റ് സ്ക്വയർ ആയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം റാഷണൽ ആയിരിക്കും. പെർഫെക്റ്റ് സ്ക്വയർ അല്ല, ഒരു പോസിറ്റീവ് ആണ്, പക്ഷെ പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ അതെന്തായിരിക്കും, ഇറാഷണൽ ആയിരിക്കും. ഓക്കെ, എയും ബിയും സിയും ഒക്കെ റാഷണൽ ആണെങ്കിൽ മാത്രം. ഓക്കെ, അത് ഇറാഷണൽ ആണെങ്കിലുള്ള കേസ് അല്ല പറയുന്നത്, എയും ബിയും സിയും റാഷണൽ ആണ്. ഓക്കെ, ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്ന പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, റാഷണൽ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു നിന്നോളൂ, എവിടെയെങ്കിലും നിങ്ങൾ കണ്ടാൽ അത് ഓർക്കുക. ഇനി അതുപോലെ ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്ന പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ അതെന്തായിരിക്കും, അത് ഇറാഷണൽ ആയിരിക്കും. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് പറയാം, ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ പോസിറ്റീവ് ആണെങ്കിൽ റൂട്ട്സ് ആർ റിയൽ ആൻഡ് അൺഈക്വൽ. അത് ഡിഫറെന്റ് റൂട്ട്സ് കിട്ടും. ഓക്കെ, ഈക്വൽ ടു 0 ആണെങ്കിലോ റിയൽ ആയിരിക്കും, പക്ഷെ രണ്ടും സെയിം റൂട്ട് ആയിരിക്കും. ഒറ്റ ഉത്തരേ കിട്ടത്തുള്ളൂ എക്സിന്. ഇനി ലെസ് ദാൻ 0 ആയാൽ, ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, നെഗറ്റീവ് ആണ്. ബി സ്ക്വയർ മൈനസ് 4ac നെഗറ്റീവ് ആണ്. അതിനർത്ഥം എന്താ മക്കളെ, റൂട്ടിനകത്ത് ആര് വരുന്നു, നെഗറ്റീവ് വാല്യൂ വരുന്നു. റൂട്ടിനകത്ത് ആര് വരുന്നു, നെഗറ്റീവ് വാല്യൂ വരുന്നു. റൂട്ടിനകത്ത് നെഗറ്റീവ് വന്നാൽ എന്ത് സംഭവിക്കും മക്കളെ, റൂട്ടിനകത്ത് നെഗറ്റീവ് വന്നാൽ അത് റിയൽ ആവോ, റിയൽ ആകത്തില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന എക്സ് വാല്യൂ എന്ന് പറയുന്നത് എന്താകില്ല, റിയൽ ആകില്ല. അതാണ് പറയുന്നത് ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആണെങ്കിൽ റൂട്ട്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇമാജിനറി ആയിരിക്കും. എന്താണ്, റിയൽ അല്ല, ഒരു ഇമാജിനറി നമ്പർ ആണ്. അപ്പൊ 3 കേസസ് ഏതൊക്കെയാണ്, ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 എന്നാൽ റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഈക്വൽ. ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 എന്നാൽ റൂട്ട്സ് ആർ റിയൽ ആൻഡ് അൺഈക്വൽ. ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 എന്നാൽ ദ റൂട്ട്സ് ആർ ഇമാജിനറി. ക്ലിയർ അല്ലേ മക്കളെ, ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ സോൾവിങ് ക്വാഡ്രാറ്റിക് പ്രോബ്ലം. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഏത് ചാപ്റ്ററിൽ പഠിക്കുന്ന, 5ാമത്തെ ചാപ്റ്ററിൽ നേരത്തെ നമ്മൾ പഠിച്ച അത്രയാണ് പഠിക്കുന്നത്. ഇനി നമ്മൾ 6ാമത്തെ ചാപ്റ്ററിൽ ഇതെങ്ങനെ നമുക്ക് നമ്മളുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ, റിയൽ ലൈഫ് റിലേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ എവിടെ പഠിക്കുന്ന, 6ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ 6ാമത്തെ ചാപ്റ്റർ എന്താണ്, സോൾവിങ് ക്വാഡ്രാറ്റിക്, സിമ്പിൾ ക്വാഡ്രാറ്റിക് പ്രോബ്ലംസ്. പേര് പോലെയാണ്, സിമ്പിൾ ആണ്. ഓക്കെ, കാരണം നമുക്കറിയാം പെട്ടെന്ന് നമുക്ക് വായിച്ചത് മനസ്സിലാകില്ല. അത് ആക്ച്വലി മാത്സിന്റെ കുഴപ്പമില്ല, നമ്മുടെ ഇംഗ്ലീഷ്, നമ്മളെ മലയാളവും ഇംഗ്ലീഷും തമ്മിലുള്ള ചെറിയൊരു ഡിഫറൻസിന്റെ പ്രശ്നമാണ്. ഓക്കെ, നമ്മൾ മലയാളം പലതും ഡയറക്റ്റ് ആയിട്ട് പറയുമ്പോൾ ഇംഗ്ലീഷ് പലതും വളച്ചു ചുറ്റിയൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമുക്കത് ഡയറക്റ്റ് ആയിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കത്തത്തില്ല കേട്ടോ. അപ്പൊ അത് ആക്ച്വലി മാത്സിന്റെ പ്രശ്നമല്ല. പലർക്കും മാത്സ് ഇഷ്ടപ്പെടാത്തതിന്റെ റീസൺസിൽ ഒന്ന് അതാണ്, ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാകത്തില്ല. ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാകാത്ത മക്കളെ മാത്സിന്റെ പ്രശ്നമല്ല, ഇങ്ങനത്തെ റിയൽ ലൈഫ് പ്രോബ്ലംസിലൊക്കെ ഇംഗ്ലീഷ് വളച്ചു കെട്ടി പറയുന്നതിന്റെ പ്രശ്നമാണ് കേട്ടോ. അപ്പോ എന്താണ്, അപ്പൊ നമുക്കിവിടെ അത് എങ്ങനെ മനസ്സിലാക്കി എടുത്ത് നമ്മൾ ചെയ്യുക. ഓക്കെ, അത് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ചെറിയ ചെറിയ ട്രിക്സ് ഉണ്ട്. അത് നമുക്ക് ഇനി ഏതെങ്കിലുമൊക്കെ വീഡിയോസിൽ, നമ്മൾ ഷോർട്ട് വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില വാക്കുകൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് ആ ഒരു വീഡിയോസുകളിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ, എന്നാൽ ഇതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്റർ റിലേറ്റ് ചെയ്ത ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ പറയാം. ഓക്കെ, ഇനി നമുക്ക് വായിച്ച് നമ്മളെ പ്രോബ്ലംസ് വായിച്ച് മനസ്സിലാക്കാനുള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് അത് വേറെ രീതിയിൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ സോൾവിങ് സിമ്പിൾ ക്വാഡ്രാറ്റിക് പ്രോബ്ലംസ്. ക്വാഡ്രാറ്റിക് പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം? Okay, for solving a word problem based on quadratic equation. Okay, quadratic equationലെ word problems എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്, അതിനുപയോഗിക്കുന്ന 3 different steps ആണിത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് represent the unknown quantity of the problem by variable x. ആക്ച്വലി ഇത് ക്വാഡ്രാറ്റിക് പ്രോബ്ലംസ് എന്നല്ല, ഏത് വേർഡ് പ്രോബ്ലംസിലായാലും നമ്മൾ യൂസ് ചെയ്യേണ്ട 3 സ്റ്റെപ്സ് ഇതാണ്. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് represent the unknown quantity of the problem by variable x. അവർ തന്നിരിക്കുന്ന ഒരു 2 കണ്ടീഷൻ ഒക്കെ തന്നിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ ഒരു വേരിയബിൾ കാണും, 2-3 കണ്ടീഷൻസും കാണും. അപ്പൊ ആ വേരിയബിളിനെ ആദ്യം എക്സ് എന്ന് പറഞ്ഞെടുക്കുക, എന്നിട്ട് ആ കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ബാക്കിയുള്ള അൺനോൺസിനെ എക്സുമായിട്ട് തന്നെ കണക്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, അതാണ് നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമുക്ക് തന്നിട്ടുള്ള അൺനോൺ വേരിയബിൾ ഏത്, അൺനോൺ ക്വാണ്ടിറ്റി ഏത്, അതിനെ എന്തെന്ന് കൊടുക്കുക, എക്സ് എന്ന് കൊടുക്കുക. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ട്രാൻസ്ലേറ്റ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ടു ഫോം എൻ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് എക്സ്. 2-3 കണ്ടീഷൻസ് കാണും കേട്ടോ. വേറെയും കാര്യങ്ങളൊക്കെ കൂടെ, വേറെ അൺനോൺ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതിനെല്ലാം എന്ത് വെച്ച് കണക്ട് ചെയ്യുക, എക്സ് വെച്ച് കണക്ട് ചെയ്ത്
ഇക്വേഷൻ ഫോം ചെയ്യുക. എക്സ് വെച്ച് കണക്ട് ചെയ്ത് എന്ത് ഫോം ചെയ്യുക? ഇക്വേഷൻ ഫോം ചെയ്യുക. കേൾക്കുമ്പോ എന്താ എളുപ്പം. നിങ്ങൾ തന്നെ അവിടെ ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ടാവും, സാർ എന്താ എളുപ്പമായിട്ട് പറയുന്ന സ്റ്റേറ്റ്മെന്റിന് എക്സ് വെച്ച് കണക്ട് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റിന് എക്സ് വെച്ച് കണക്ട് ചെയ്യാൻ ഞങ്ങൾ പെടുന്ന പാട് അല്ലേ മക്കളെ? അപ്പോ അത് ജസ്റ്റ് നിങ്ങൾക്ക് കുറെ പതുക്കെ നിങ്ങൾ സ്ലോ ആൻഡ് സ്റ്റഡി, നമ്മള് കറക്റ്റ് സ്ഥലത്ത് ബ്രേക്ക് കൊടുത്ത് വായിച്ചാൽ, ഇംഗ്ലീഷിന്റെ കറക്റ്റ് സ്പേസിംഗിൽ നമുക്ക് ബ്രേക്ക് കൊടുത്ത് വായിച്ചാൽ പലതും നമ്മൾ മനസ്സിലാവും. നമ്മൾ എങ്ങനെയാ വായിക്കുന്നത്? ഒറ്റയടിക്ക് പെട്ടെന്ന് കിട്ടി എന്ന് പറഞ്ഞ് നമ്മളങ്ങ് വായിച്ചിരിക്കും അല്ലേ? ഒരു റോക്കറ്റ് വിടുന്ന പോലെ കംപ്ലീറ്റ് അങ്ങ് വായിച്ചിരിക്കും. അങ്ങനെ വായിച്ചാൽ വല്ലതും മനസ്സിലാവുക മക്കളെ? ഇല്ല. നിർത്തി ഒരു സിറ്റുവേഷൻ അത് അങ്ങനെ വായിക്കുക, ആ സിറ്റുവേഷൻ നിർത്തുക, എന്നിട്ട് അത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിനെ ഒരു ഇക്വേഷൻ ഫോമിലോട്ട് മാറ്റാൻ നോക്കുക, കണക്ട് ചെയ്യാൻ നോക്കുക വേരിയബിൾ ആയിട്ട്. അടുത്ത സിറ്റുവേഷൻ നോക്കുക, എന്നിട്ട് അതിനെ കണക്ട് ചെയ്യാൻ നോക്കുക, എന്നിട്ട് ഈ രണ്ട് സിറ്റുവേഷനെ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ നിർത്തി വായിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ചിലടത്ത് നമുക്ക് ജസ്റ്റ് പെൻസിൽ കൊണ്ടൊക്കെ ഒന്ന് മാർക്ക് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് ഇത് ടാക്കിൾ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അല്ലാതെ ഇത് ടാക്കിൾ ചെയ്യാൻ പറ്റാത്തത് ഇമ്പോസിബിൾ ആയിട്ടുള്ള സാധനമൊന്നും അല്ല കേട്ടോ മക്കളെ. അപ്പോൾ ആ സിറ്റുവേഷൻ സ്റ്റേറ്റ്മെന്റിനെ എക്സിന്റെ ടേമിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരു ഇക്വേഷൻ ഫോം ചെയ്യുക. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് സോൾവ് ദ ഇക്വേഷൻ. ഇതുവരെ സ്റ്റെപ്പ് 2 വരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും സ്റ്റെപ്പ് 3 ചെയ്യാൻ പറ്റും. കാരണം സ്റ്റെപ്പ് 3 ഒക്കെ ഏകദേശം എല്ലാം ഒരേ സ്റ്റെപ്പാണ്. നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കാണും, ക്വാഡ്രാറ്റിക് ഫോർമുല ഇട്ട് കൊടുക്കുക, സോൾവ് ചെയ്യുക, എത്തിക്കുക. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ്. ഇതിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പും എളുപ്പം കൊടുക്കാൻ പറ്റും, വേരിയബിളിന് എക്സ് കൊടുക്കുക എളുപ്പമാണ്. തേർഡ് സ്റ്റെപ്പ് എളുപ്പമാണ്, സോൾവ് ചെയ്യാനും എളുപ്പമാണ്. ഇതിന്റെ ഇടയ്ക്ക് ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ എക്സിന്റെ ടേമിലോട്ട് മാറ്റുക എന്നുള്ളതാണ് ടാസ്ക്. അത് ശ്രദ്ധിച്ച് കണ്ട് ചെയ്താൽ നിങ്ങൾക്ക് പറ്റും. അതിന് നമുക്ക് പല മോഡൽ ടൈപ്പ് കാര്യങ്ങളുണ്ട്, അതിലേക്കാണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. പല സിറ്റുവേഷൻസ്. അതിൽ ആദ്യം പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ, നമ്മുടെ വേർഡ് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ടൈം ആൻഡ് വർക്ക്. ടൈമും വർക്കും റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം. ഓക്കെ, ടൈമും വർക്കും റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം. അതിന് ഞാൻ ആദ്യം പറയുന്നുണ്ട് വർക്ക് റേറ്റ്. ഓക്കെ, വർക്ക് റേറ്റ്, നമ്മൾ എത്രത്തോളം ജോലി ചെയ്തു എന്ന് തീരുമാനിക്കുന്നത് വർക്ക് ഡൺ ബൈ ടൈം ആണ്. വർക്ക് ഡൺ ബൈ ടൈം ആണ്. ഓക്കെ, അതിൽ ഒരേ വർക്ക് ചെയ്യുന്നിടത്താണെങ്കിൽ വർക്ക് ഡൺ എന്താണ്? 1 ആണ് നമ്മൾ കൊടുക്കുന്ന. ഒരേ വർക്കുകളാണ്. ഓക്കെ, എ ഒരു വർക്ക് ഇത്ര ദിവസം കൊണ്ട് ചെയ്തു, ബി ഒരു വർക്ക് ഇത്ര ദിവസം കൊണ്ട് ചെയ്തു, എയും ബിയും കൂടെ ചേർന്ന് എത്ര ദിവസം കൊണ്ട് അത് തീരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ എ ചെയ്ത വർക്കും ബി ചെയ്ത വർക്കും സി ആണെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് തീർത്തു, അങ്ങനെയാണെങ്കിൽ എ എത്ര ദിവസം എടുത്തു, ബി എത്ര ദിവസം എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള മോഡൽ ചോദ്യം. അപ്പൊ ഒരേ വർക്കാണ് അവർ ചെയ്യുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ വർക്ക് ഡൺ എത്രയെന്ന് കൊടുക്കും? 1 എന്ന് പറഞ്ഞു കൊടുക്കും. ഇത് വർക്ക് ഡണ്ണിന്റെ ചോദ്യത്തിൽ മാത്രമല്ല, നമുക്ക് എന്താണ്, ഒരു പൈപ്പ് ഓപ്പൺ ചെയ്ത് ഒരു ടാങ്ക് ഫില്ല് ചെയ്യുക. അവിടെ ടാങ്ക് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് എന്ത്? വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ ഇത്ര സമയം എടുത്തു, ഒരു പൈപ്പ് ഇത്ര സമയം എടുത്തു, വേറൊരു പൈപ്പ് ഇത്ര സമയം എടുത്തു എന്നുള്ള ചോദ്യങ്ങളിലും സെയിം മോഡൽ തന്നെയാണ്. അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ടാങ്ക് ഫില്ല് ചെയ്യുകയാണ്, ഒരേ വർക്കാണ് ചെയ്തിട്ടുള്ള. അപ്പൊ അത് 1 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ചോദ്യം, ഈ ഒരു സാധനം നമുക്ക് വായിച്ചാൽ പെട്ടെന്നൊന്നും മനസ്സിലാവാത്ത സാധനമാണ്. ഓക്കെ, അപ്പൊ അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട സാധനം, വർക്ക് ഡൺ ടൈമും വർക്ക് ഡണ്ണും വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ മോസ്റ്റ് ഒരേ വർക്കാണെങ്കിൽ, സെയിം വർക്കിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? 1/T1 + 1/T2 = 1/TT. അതായത് ഫസ്റ്റ് ആൾ ചെയ്ത ടൈം, എടുത്ത ടൈം അതിന്റെ റെസിപ്രോക്കൽ പ്ലസ് സെക്കൻഡ് ആൾ എടുത്ത ടൈം അതിന്റെ റെസിപ്രോക്കലും കൂടെ സം ചെയ്തിട്ട് ഈക്വൽ ടു ടോട്ടൽ ടൈമിന്റെ റെസിപ്രോക്കൽ. എല്ലാം റെസിപ്രോക്കലാണ് ചെയ്യേണ്ടത്. പലർക്കും പറ്റുന്ന ഒരു അബദ്ധം, എന്ത് ചെയ്യും, ഇവർ റെസിപ്രോക്കൽ അല്ലാതെ നോർമലായിട്ട് ചെയ്തു വെക്കും, അപ്പൊ ഒരു ലീനിയർ കിട്ടും, അത് സോൾവ് ചെയ്തിരിക്കും. തെറ്റാണ്. ഓക്കെ, കാരണം നമുക്ക് വർക്ക് റേറ്റ് ആണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ഓക്കെ, വർക്ക് റേറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ കണക്ട് ചെയ്യുന്നത്. കാരണം റേറ്റ് ഓഫ് വർക്കുകൾ തമ്മിലാണ്. ഓക്കെ, ആദ്യത്തെ ആളുടെ റേറ്റും രണ്ടാമത്തെ ആളുടെ റേറ്റും കൂടെ കൂട്ടുമ്പോൾ മൊത്തത്തിലുള്ള ഒരു റേറ്റ് കിട്ടും. അപ്പൊ ആ ഒരു റേറ്റ് ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ ടൈം അല്ല ഡയറക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ 1/1/1 വെച്ച് ചെയ്യുന്നത്. കേട്ടെ, ക്ലിയർ ആണല്ലോ? അപ്പോ വർക്കും ടൈമുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ പൈപ്പ് തുറന്നു വിട്ട് പൈപ്പും വർക്കാണ് ചെയ്യുന്നത്. പൈപ്പ് ഒരു ജോലിയല്ലേ ചെയ്യുന്നത്, ടാങ്ക് നിറയ്ക്കുക എന്ന് പറയുന്നത്. യെസ്, അപ്പോ അങ്ങനെയുള്ളതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റെസിപ്രോക്കൽ എടുത്ത് ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ടൈമിന്റെ റെസിപ്രോക്കൽ എടുക്കുക. പിന്നെ ടൈം ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഒരേ ടൈമിങ്ങളിൽ വെക്കാൻ നോക്കുക. ഓക്കെ, എല്ലാ മിനിറ്റിലാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്, എല്ലാ മിനിറ്റിൽ വെച്ച് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് 1 hour 30 minutes എന്നൊക്കെ പറഞ്ഞ് തന്നിരിക്കും. ഓക്കെ, 1 hour 30 minutes എന്നൊക്കെ പറഞ്ഞ് തന്നിരിക്കും. ഇതിന് എന്തിനാ? മിനിറ്റിന്റെ ഡെസിമൽ മോഡലിലോട്ട് കൺവേർട്ട് ചെയ്യുക. 1 hour 30 minutes നമുക്ക് എങ്ങനെ എഴുതാം? 1 + 30/60.
ഓക്കെ 1 + 30/60 അഥവാ 1.5 ആണ്. ഓക്കെ അത് മനസ്സിലാക്കുക. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം 3/2 ആണ്. ഓക്കെ അപ്പൊ 3/2 hours ആണ്. അതാണ് എന്ത് 1 hour 30 minutes. അപ്പൊ 1 hour 30 minutes എന്നൊക്കെ തരുമ്പോ ആഹാ ഇത് എന്ത് ചെയ്യാൻ എന്നൊന്നും ചിന്തിച്ചോണ്ടിരിക്കരുത് കേട്ടോ മക്കളെ. അതിനെല്ലാം ഡെസിമലിലോട്ട് ആ ഒരു മോഡലിലോട്ട് മാറ്റിയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഫ്രാക്ഷൻ മോഡലിലോട്ട് മാറ്റിയിട്ട് അപ്പം മണിക്കൂറിനെ അവറിലോട്ട് കൺവേർട്ട് ചെയ്യാം by 60 ഒക്കെ ചെയ്ത് അതിനനുസരിച്ച് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പോ 1/t1 + 1/t2 = 1/tt ടോട്ടൽ ടൈം എന്നാണ് tt കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് ഇനി ജോമെട്രിക്കൽ ഫിഗേഴ്സിന്റെ ചോദ്യങ്ങൾ. ജോമെട്രിക്കൽ ഫിഗേഴ്സിന്റെ ചോദ്യങ്ങൾ ആക്ച്വലി അങ്ങനെ വലിയ ഡിഫിക്കൽട്ടി ഒന്നും നമുക്ക് ഫീൽ ചെയ്യാറില്ല. ഓക്കെ അത് നമുക്ക് ഈസി ആയിട്ട് ആക്ച്വലി ഈ ഒരു വർക്ക് ബേസ്ഡ് പ്രോബ്ലം ബേസ്ഡ് ഓൺ എന്ന് പറയുന്നതിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് ജോമെട്രിക്കൽ ഫിഗേഴ്സ് കണക്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ. കാരണം അതെന്താണ് നോക്കിക്കേ മക്കളെ, നമുക്ക് ആകെ ഇതിൽ ഒരു സാധനം മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ഇത് എന്താണ് പൈതഗോറസ് തിയറം ആണ്. ഇതെന്താണ് പൈതഗോറസ് തിയറം ആണ് എഴുതിയിട്ടുള്ളത്. പൈതഗോറസ് തിയറം. ഓക്കെ പൈതഗോറസ് തിയറം ആണ് നമുക്കിവിടെ ഈ എഴുതി വെച്ചിട്ടുള്ളത്. ഈ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ട് a² + b² = c². അത് നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരുന്നതിലാണ്. അത് മാത്രമാണ് നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള എല്ലാം എന്താണ് റെക്ടാംഗിളിന്റെ ഏരിയയും പെരിമീറ്ററും കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ റെക്ടാംഗിളിന്റെ ഡയഗണൽ വെച്ചിട്ടൊക്കെ ഇരിക്കും. റെക്ടാംഗിളിന്റെ ഡയഗണൽ എന്നുള്ള രീതിക്കൊക്കെ ഉള്ള ചോദ്യം വരുമ്പോൾ മനസ്സിലാക്കാതെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് അവിടെ ഫോം ആക്കുന്നത്. അങ്ങനെ ജോമെട്രിക്കൽ ഫിഗേഴ്സിന്റെ മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസ് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ആ ഒരു ഫിഗർ ഒക്കെ വരച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അതിലങ്ങനെ അത്ര ഒത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടൊന്നും വരാറില്ല. ഏരിയാസ് പെരിമീറ്റേഴ്സ് ഫോർമുലയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക, എല്ലാത്തിന്റെയും ഷേപ്പും വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. കൂടുതലും അതിൽ റെക്ടാംഗിൾ വെച്ച് കണക്ട് ചെയ്താണ് ചോദിക്കുന്നത്. റെക്ടാംഗിളിന്റെ ഡയഗണല് ഓക്കെ ഡയഗണൽ ഇത്രയാണ്, ലെങ്ത് മറ്റേനെക്കാട്ടി ബ്രെത്തിനെക്കാട്ടി ഇത്ര കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യം. അപ്പൊ അതിൽ ശ്രദ്ധിക്കുക. ഓക്കെ ഒരു റെക്ടാംഗിൾ നമുക്കിവിടെ എന്താണ് നമുക്കിവിടെ ഒരു റെക്ടാംഗിൾ ഉണ്ടെന്ന് പറയുക. ഓക്കെ ഈ റെക്ടാംഗിൾ ഇത് x+2 എന്നൊക്കെ പറഞ്ഞെങ്കിൽ ചിലപ്പോൾ വരുന്ന ലെങ്ത് ബ്രെത്തിനെക്കാട്ടി 2 സെന്റിമീറ്റർ കൂടുതലാണ്. ഓക്കെ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് 10 ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളാണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമാണ് മക്കളെ, എന്താണ് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് ഫോം ചെയ്യുന്നത്. പലരും അത് ശ്രദ്ധിക്കത്തില്ല. ഓക്കെ ഇവിടെ എന്താണ് ഫോം ചെയ്യുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അപ്പൊ ഇവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഓക്കെ അവിടുത്തെ ഷേപ്പ് എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. എവിടെയെങ്കിലും അടുത്ത റൈറ്റ് ആംഗിൾ ട്രയാംഗിളും അതിന്റെ സൈഡുകളും കണക്ട് ചെയ്യുന്ന സാധനമാണെങ്കിൽ അപ്പൊ തന്നെ എന്ത് ചിന്തിക്കുക, പൈതഗോറസ് തിയറം ചിന്തിക്കുക. ഓക്കെ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ, ആ ഒരു സാധനം ചിന്തിക്കുക, എന്നിട്ട് അത് ചെയ്യുക. അടുത്ത് വരുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് സ്പീഡ് ടൈം. ഓക്കെ ഡിസ്റ്റൻസ് സ്പീഡ് ടൈം അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ വർക്ക് ഡൺ പറഞ്ഞതുപോലെ തന്നെ വേറൊരു സാധനമാണ്. ഓക്കെ വർക്ക് ഡണ്ണിൽ വർക്ക് റേറ്റ് ആണെങ്കിൽ ഇവിടെ സ്പീഡ് വെച്ചാണ് അത് പറയുന്നത്. ഓക്കെ സ്പീഡ് ഈക്വൽ ടു എന്താണ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സ്പീഡ് ഈക്വൽ ടു എന്താണ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അത് ഓർത്തിരിക്കുക, തെറ്റിക്കല്ലേ മക്കളെ. അപ്പോൾ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരാൾ ഇവിടെ നിന്ന് വേറെ അടുത്ത് പോയിട്ട് തിരിച്ചു വന്നു, എടുത്ത സമയം കണക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ പോയിട്ട് തിരിച്ചു വരാൻ ഇത്ര സമയം കൂടുതൽ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറയുന്നത്. ഓക്കെ അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പോവാനെടുത്ത ദൂരവും വരാനെടുത്ത ദൂരവും സെയിം ആണ്. ഓക്കെ എന്ന് ബിയിലോട്ട് പോകുന്നതും തിരിച്ചു വരുന്നതും സെയിം ദൂരം അല്ലേ. അപ്പൊ അവിടെ ഡിസ്റ്റൻസ് സെയിം ആണെന്നുള്ളത് ഓർക്കുക കേട്ടോ. പിന്നെ അതുപോലെ ടൈം എന്ന് പറയുന്നത് ആദ്യത്തെ ടൈമും രണ്ടാമത്തെ ടൈമും കൂടെ കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, ടോട്ടൽ ടൈം കിട്ടുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ ഇവിടെ ഒന്ന് ഓർത്തു വെക്കുക. ബാക്കി ഈ ഒരു ഫോർമുല അറിഞ്ഞിക്കുക. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് സ്ട്രീം ആണ്. ഓക്കെ ബോട്ടും അതിന്റെ സ്ട്രീം ബേസ് ചെയ്തിട്ടുമുള്ള ചോദ്യങ്ങൾ മനസ്സിലാക്കുക. ഒന്നെന്ന് പറയുന്നത് ഡൗൺ സ്ട്രീം നമ്മൾ കുന്നിന്ന് താഴോട്ട് ഇറങ്ങി പോവുകയാണെന്ന് വിചാരിക്കാം, സ്മൂത്ത് ആയിട്ട് ഇറങ്ങി വരും അല്ലേ. കാരണം എന്തുകൊണ്ടാ, കാരണം ആ ഗ്രാവിറ്റേഷൻ പുള്ളിനൊപ്പമാണ് നമ്മൾ വരുന്നത്. അപ്പൊ നമുക്ക് വരാൻ ഈസിയാണ്, വെയിറ്റ് അധികം ഫീൽ ചെയ്യത്തില്ല. ഓക്കെ അതാണ് എന്തെന്ന് പറയുന്നത് ഡൗൺ സ്ട്രീം. ഓക്കെ ഇത് ഞാൻ നിങ്ങൾക്ക് ആ ഡൗണിന്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞ. മറ്റേത് പുഴയുടെ ഒഴുക്ക് വെച്ചാണ് പറയുന്നത്. നമ്മൾ എന്താണ് ഒരു കടലിൽ നീന്താൻ പോയി, അല്ലെങ്കിൽ നമ്മൾ എന്താണ് വണ്ടർലയിൽ പോയി. വണ്ടർപേലിൽ വേൾപൂളിലൊക്കെ പോയി കിടക്കുകയാണ്. വേൾപൂളിൽ പോയി കിടന്നിട്ട് നമ്മൾ അങ്ങ് അറ്റം പോയി കിടക്കുക. എന്നിട്ട് വേവ് അടിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ വേവിനൊപ്പം നമ്മൾ ഇങ്ങനെ നീന്തി വരും അല്ലേ. നീന്തൽ അറിഞ്ഞിടത്ത ആളാണെങ്കിൽ കൂടിയും കുറെ ദൂരം നീന്താൻ പറ്റും. അപ്പൊ നമ്മൾ വിചാരിക്കും യെസ് നമുക്ക് നീന്താൻ പഠിച്ചു കഴിഞ്ഞു എന്നൊക്കെ വിചാരിക്കും. എന്നിട്ട് അതും വിചാരിച്ചു പോയി ഇത്തിരി ആഴമുള്ള എവിടെയെങ്കിലും പോയി കുളത്തിൽ പോയി കിടന്നാലോ, അതേപോലെ മുങ്ങിപ്പോകും കേട്ടോ. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്, നമുക്ക് നീന്താൻ പഠിച്ചതാണോ, അല്ല, ആ സ്ട്രീം
ഓക്കെ, ആ ഒരു വേവ് പോകുന്ന ഡയറക്ഷനിൽ വേവ് നമ്മളെയും കൊണ്ട് പോകുന്നതാണ്. അവിടുത്തെ അപ്പൊ ആക്ച്വലി സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ നീന്തുന്ന സ്പീഡ് മാത്രമല്ല, കൂടെ വേവിന്റെ സ്പീഡും ഉണ്ട്. അതാണ് തിരക്കൊപ്പം നീന്തുമ്പോൾ നമുക്ക് ഒത്തിരി സ്പീഡിൽ നീന്താൻ പറ്റുന്നതും തിരക്കെതിരെ നീന്തുമ്പോൾ നമുക്ക് കുറെ കൂടെ എന്ത് ചെയ്യേണ്ടി വർക്ക് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, കാരണം അവിടെ തിരയുടെ സ്പീഡിനെയും കവർ ചെയ്തുകൊണ്ട് നമുക്ക് സ്പീഡ് കൂട്ടണം. ഓക്കെ, അപ്പോ അതാണ് ഡൗൺ സ്ട്രീമും അപ് സ്ട്രീമും. ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ ഒഴുക്കിനൊപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു തിരക്കുള്ള ഇതിലാണെങ്കിൽ നമ്മൾ അങ്ങ് നിന്ന് കൊടുത്താൽ മതി, അവര് നമ്മളെയും കൊണ്ടുപോകും. പക്ഷേ തിരക്കിനെതിരെ നമുക്ക് പോകണമെങ്കിലോ അവിടെ നിന്ന് വരുന്ന പ്രഷറും കാര്യങ്ങളൊക്കെ സഹിച്ച് തരണം ചെയ്ത് നമ്മൾ കുറെ കൂടെ എഫേർട്ട് എടുക്കണം അല്ലേ. അപ്പൊ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പൊ നമ്മളുടെ ബോട്ടിന് ഒരു സ്പീഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ബോട്ടിന് എന്തുണ്ടെന്ന് വിചാരിക്കുക, ഒരു പർട്ടിക്കുലർ സ്പീഡ് ഉണ്ട്. ബോട്ടിന് ഒരു സ്പീഡ് ഉണ്ടെന്ന് വിചാരിക്കുക. സ്ട്രീമിന് ഒഴുക്കിനും എന്തുണ്ട്, ഒരു സ്പീഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഡൗൺ സ്ട്രീം നമ്മൾ ഒഴുക്കിന്റെ കൂടെയാണ് പോകുന്നത്. അപ്പൊ നമ്മളുടെ അപ്പുള്ള സ്പീഡ് എന്തായിരിക്കും, നമ്മളുടെ ബോട്ടിന്റെ സ്പീഡും സ്ട്രീമിന്റെ സ്പീഡും കൂടെ ചേർന്ന സ്പീഡായിരിക്കും. ഓക്കെ, കാരണം നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്, ബോട്ടും അങ്ങോട്ട് പോകുന്നുണ്ട്, സ്ട്രീമും നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന സ്പീഡും ഉണ്ട്, സ്ട്രീം കൊണ്ടുപോകണ സ്പീഡും ഉണ്ട്, ഒഴുക്ക് കൊണ്ടുപോകണ സ്പീഡും ഉണ്ട്. അപ്പൊ രണ്ടും കൂടെ ചേരുന്നതാണ് നമ്മളുടെ അപ്പോഴുള്ള സ്പീഡ് എന്ന് പറയുന്നത്. ഇനി അതേസമയം തിരിച്ച് അപ്സ്ട്രീം വരുമ്പോൾ എന്താണ്, നമ്മളുടെ ഡയറക്ഷൻ അങ്ങോട്ടാണ് അല്ലെ, നമ്മൾ അതിനെതിരെയാണ് നീന്തുന്നത്, സ്ട്രഗിൾ ചെയ്ത് എതിരെ നീന്തുകയാണ്. ഓക്കെ, അപ്പോ ആ ഒരു സ്പീഡ് നമ്മളുടെ സ്പീഡിനെ എന്ത് ഓപ്പോസ് ചെയ്യുന്നുണ്ട്, സ്ട്രീമിന്റെ സ്പീഡ് ഒപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഒറിജിനൽ സ്പീഡ് എന്ന് പറയുന്നത് എന്താകും, നമ്മളെ ബോട്ടിന്റെ സ്പീഡ് മൈനസ് സ്ട്രീമിന്റെ സ്പീഡ് ആകും. ഓക്കെ, ബോട്ടിന്റെ സ്പീഡ് മൈനസ് സ്ട്രീമിന്റെ സ്പീഡ് ആകും. വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പൊ ഡൗൺ സ്ട്രീം എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്പീഡ് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ബോട്ട് പ്ലസ് സ്പീഡ് ഓഫ് സ്ട്രീം ആണ്. അപ് സ്ട്രീം എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്പീഡ് എന്ന് പറയുന്ന സ്പീഡ് ഓഫ് ബോട്ട് മൈനസ് സ്പീഡ് ഓഫ് സ്ട്രീം ആണ്. ആ ഒരു കാര്യം വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത് നമുക്ക് റിലേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ വരും. ഒരാള് എന്ത് ചെയ്തു, ഒരാള് ഒരു പുഴയിൽ നിന്ന് ഒരു സൈഡിലോട്ട് പോയിട്ട് തിരിച്ചു വന്നു. ഓക്കെ, അത് എന്താണ്, സ്ട്രീം ഏതെങ്കിലും ഒരു പോയ ഡയറക്ഷനിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ സ്ട്രീമിനൊപ്പമാണ് പോകുന്നത്, തിരിച്ചു വരുമ്പോൾ സ്ട്രീമിനെതിരെയാണ് വരുന്നത്. അപ്പൊ നമ്മളുടെ സ്പീഡിനും അതനുസരിച്ച് വ്യതിയാനം ഉണ്ടാകും എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ അവിടെ ഒഴുക്കൊക്കെ വെച്ച് സ്ട്രീമിന് ഒരു പ്രത്യേക സ്പീഡ് പറഞ്ഞിരുന്നാൽ ഈ ലോജിക്ക് തിങ്ക് ചെയ്യുക കേട്ടോ. ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ബോട്ട് പ്ലസ് സ്പീഡ് ഓഫ് സ്ട്രീം ആണ്. അപ് സ്ട്രീം എന്ന് പറയുമ്പോൾ സ്പീഡ് ഓഫ് ബോട്ട് മൈനസ് സ്പീഡ് ഓഫ് സ്ട്രീം ആണ്. ഇനി സ്ട്രീമിന്റെ സ്പീഡ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ്, നമ്മൾ അതേ സെയിം പ്രത്യേകിച്ച് ഒഴുക്കൊന്നും ഇല്ല എന്നാണ് അതിനർത്ഥം. അപ്പൊ നമ്മളുടെ സ്പീഡ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, സ്പീഡ് നമ്മളുടെ ബോട്ടിന്റെ സ്പീഡിന് തുല്യമായിരിക്കും. സ്ട്രീമിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ. പക്ഷെ സ്ട്രീമിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യുക, തിങ്ക് ചെയ്യുക. ഓക്കെ, നമ്മളുടെ ഡിസ്റ്റൻസ് സ്പീഡിൽ ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യുക, തിങ്ക് ചെയ്യുക. ഇനി അടുത്തത് കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും. കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസിൽ മനസ്സിലാക്കേണ്ട കാര്യം, പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ വിറ്റ പൈസ കൂടുതലാണ്. ഓക്കെ, അപ്പൊ പ്രോഫിറ്റ് എന്ന് പറയുന്ന സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ്. ലോസ് എന്ന് പറയുന്നത് എന്താണ്, കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ആണ്. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, അതിനനുസരിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യണം, എടുക്കണം എന്നുള്ളതൊക്കെ. ഓക്കെ, അതുമൊക്കെ കൂടെ എന്ത് ചെയ്യുക, നമ്മള് കണക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുക. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസിലൊക്കെ പഠിച്ച ഇക്വേഷൻസ് കാര്യങ്ങൾ, അതൊക്കെ കൂടെ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് പ്രോബ്ലംസ് ബേസ്ഡ് ഓണിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇത്രയും പ്രോബ്ലംസ് ബേസ്ഡ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പരീക്ഷയ്ക്ക് വരുമ്പോൾ ഇതൊന്നും ആയിരിക്കില്ല, വെറൈറ്റി ആയിട്ടുള്ള വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. അങ്ങനെയുള്ള ഒന്ന് രണ്ടെണ്ണം നമുക്ക് ഇത് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ റീകോൾ ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. ഒന്ന് ഏജ് പ്രോബ്ലം. ഒന്നെന്ന് പറയുന്നത് എന്താണ്, ഏജ് പ്രോബ്ലം വരുമ്പോൾ അച്ഛന്റെ വയസ്സും മോന്റെ വയസ്സും അല്ലെങ്കിൽ അമ്മയുടെയും മോന്റെയും അല്ലെങ്കിൽ അമ്മയുടെയും മോളുടെയും ഒക്കെ കണക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ കാര്യങ്ങൾ, അല്ലെങ്കിൽ രണ്ട് സഹോദരങ്ങളുടേത് എന്നൊക്കെ പറഞ്ഞ് കണക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, നമ്മൾ എപ്പോഴാണോ പറഞ്ഞിട്ടുള്ളത് അത് എടുക്കുക. ഒന്നുകിൽ അറ്റ് പ്രസന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ബിഫോർ 7 years ആയിരിക്കും, എന്തായിരിക്കും അത് എടുക്കുക. അപ്പം അറ്റ് പ്രസന്റിലാണ് അവരുടെ ഏജ് എന്തെടുക്കേണ്ടത്. അറ്റ് പ്രസന്റിൽ ഒരാളുടെ എക്സ് എടുക്കുക, മറ്റേത് അത് കണക്ട് ചെയ്യുന്ന മോഡലിൽ എടുക്കുക. എന്നിട്ട് ആഫ്റ്റർ സം ഇയേഴ്സ്, ആഫ്റ്റർ ഒരു 6 years ആണെന്ന് വിചാരിക്കുക. ആഫ്റ്റർ ആണെങ്കിൽ രണ്ടുപേർക്ക് ഏജ് എന്താകും, വയസ്സ് കൂടും. മറ്റേ നമ്മളെ കോബ്രേ സിനിമയിൽ അവരിരുന്നിട്ട് ഇങ്ങനെ പറയുന്ന കണക്ക് എന്തോന്ന്, അവര് മറ്റേ കല്യാണം നോക്കാൻ വേണ്ടി ഇരുന്നിട്ട് ഓക്കെ 5 വർഷം കഴിയുമ്പോൾ അവർ കല്യാണം കഴിയാൻ വന്ന പെണ്ണുങ്ങൾക്ക് വയസ്സ് കൂടും. ഓക്കെ, അപ്പൊ 5 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ 10 വയസ്സിന്റെ ഡിഫറൻസ് ആണ്, 5 വർഷം കഴിയുമ്പോൾ പിന്നെ 5 വയസ്സിന്റെ ഡിഫറൻസേ ഉള്ളൂ.
വീണ്ടും ഒരു 5 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്കും 10 വയസ്സിന്റെ ഡിഫറൻസ്. അപ്പൊ ഡിഫറൻസേ അല്ല, സെയിം ഏജ് ആണെന്നൊക്കെ പറഞ്ഞ അവർ പറയുന്നത്. അത് കണ്ട് നമ്മൾ കുറെ ചിരിച്ചിട്ടുണ്ട് അല്ലേ? കാരണം നമ്മൾ വിചാരിക്കും അയ്യേ എവർക്കും വയസ്സ് കൂടെയല്ലേ, മറ്റവർക്ക് മാത്രമാണോ വയസ്സ് കൂടുന്നത്, എവർക്കും വയസ്സ് കൂടെയല്ലേ, അപ്പൊ ഡിഫറൻസ് മാറ്റമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ ചിരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേ മിസ്റ്റേക്ക് ആര് എവിടെ വരുത്തും? പരീക്ഷ ഹാളിൽ നമ്മൾ വരുത്തി വെക്കും. ആഫ്റ്റർ 6 years എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാത്രം 6 വയസ്സ് കൂട്ടും, മറ്റയാളുടെ ഏജ് അതുപോലെ എടുത്തു വെക്കും. ഓക്കെ, ഇത് കോബ്രയില് അവര് മമ്മൂട്ടിയും ലാലും ഒക്കെ ഇരുന്നുകൊണ്ട് പറഞ്ഞ അതേ കോമഡി തന്നെയാണ്. ആ കോമഡി കണ്ടിട്ട് അയ്യേ എന്ത് മണ്ടന്മാരാണെന്ന് പറഞ്ഞ് ചിരിച്ച നമ്മൾ തന്നെ അതേ മണ്ടത്തരം എവിടെ ആക്കി വെക്കും? പരീക്ഷ ഹാളിൽ ആക്കി വെക്കും. ഒരാൾക്ക് ഏജ് കൂട്ടും, മറ്റേയാൾക്ക് കൂട്ടത്തില്ല. ഓക്കെ, അപ്പൊ രണ്ടുപേർക്കും ആഫ്റ്റർ 6 years എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെയും വയസ്സ് എന്താകും? 6 വയസ്സ് കൂടും. ബിഫോർ 7 years എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെയും വയസ്സ് 7 വർഷം കുറയും, 7 വയസ്സ് കുറയും രണ്ടുപേർക്കും. ആ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിച്ചെടുത്ത് എഴുതിയാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് അത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നൊരു സാധനം എന്ന് പറയുന്നത് എന്താണ്? എമൗണ്ട് ഡിസ്ട്രിബ്യൂഷൻ. എന്താണ്? എമൗണ്ട് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, എമൗണ്ട് ഡിസ്ട്രിബ്യൂഷൻ ടൈപ്പ് ചോദ്യങ്ങൾ. ഇതിൽ വരുന്ന കാറ്റഗറി എന്താന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ടോട്ടൽ ആയിട്ട് ഇത്ര രൂപ ആയിട്ടുണ്ട്. ഓക്കെ, എക്സ് ആളുണ്ടായിരുന്നപ്പോൾ ഒരാൾ ഇത്ര രൂപ വെച്ചിട്ടു. ഓക്കെ, അതിന് 10 പേരും കൂടെ കൂടുതൽ വന്നപ്പോൾ എത്ര രൂപ വെച്ചായി, അല്ലെങ്കിൽ അവരുടെ ഇത് എമൗണ്ട്, ഒരാൾ വരുന്ന എമൗണ്ട് ഇത്ര കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടത് ടോട്ടൽ എമൗണ്ട് ബൈ, അതിന്റെ മോഡൽ എന്ന് വെച്ചാൽ എമൗണ്ട് ബൈ പീപ്പിൾ, നമ്പർ ഓഫ് പീപ്പിൾ ആണ്. ആ ഒരു മോഡലിൽ വെച്ച് വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, എമൗണ്ട് ബൈ ഒരാളുടെ റേറ്റ് ഓഫ് 1 person, റേറ്റ് പെർ പേഴ്സൺ. ഓക്കെ, റേറ്റ് പെർ പേഴ്സൺ എന്ന് പറയുന്നത് നമ്മളുടെ എമൗണ്ട് എത്രയാണോ ബൈ നമ്പർ ഓഫ് പീപ്പിൾ ആണ്. ആ ഒരു ലോജിക്കാണ് എന്നുള്ളത് ചിന്തിക്കുക. അതിപ്പോ സ്കൂളിൽ നിന്ന് പിക്നിക്ക് പോകുന്ന കാര്യമായാലും, കുറച്ച് ഫ്രണ്ട്സ് ചേർന്ന് കറങ്ങാൻ പോകുന്ന കാര്യമായാലും, ഹോട്ടലിൽ കഴിക്കാൻ പോയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യമായാലും ഒക്കെ ചിന്തിക്കേണ്ടത് എമൗണ്ട് ബൈ പീപ്പിൾ ആണ് ഒരാൾക്ക് ഉണ്ടാകുന്ന റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആള് മാറുമ്പോൾ ആ എമൗണ്ട് അവിടെ തന്നെ നിൽക്കും, എന്നിട്ട് ആൾക്ക് അതനുസരിച്ച് മാറും. ചിലപ്പോൾ ടോട്ടൽ എമൗണ്ട് മാറുകയാണെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് എടുക്കും. ടോട്ടൽ എമൗണ്ട് മാറുന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അതേ ടോട്ടൽ എമൗണ്ട് തന്നെ വെച്ച് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പൊ റേറ്റ് അതിനനുസരിച്ച് ആളുടെ എണ്ണം താഴെയാണ് കൂടുന്നത്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലത്തിലും ബൈ ഇട്ടിട്ട് താഴെയാണ് കൂടുതലും വരുന്നത്. വർക്ക് ഡന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മോഡലാണ് ഈ ഒരു സാധനം വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കൂടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അതിലൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സുകൾ നമ്മൾ എന്ത് ചെയ്യും? വരുത്തും. അപ്പൊ ഇങ്ങനത്തെ ഇത്രയും ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് നിങ്ങളുടെ ടെക്സ്റ്റിലും കാര്യങ്ങളിലൊക്കെ ഞാൻ കണ്ടത്, എക്സാമുകൾക്കും കാര്യങ്ങൾക്കൊക്കെ കണ്ടത്. അപ്പൊ ഇനി ഏതെങ്കിലും ഒരു വെറൈറ്റി മോഡലോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട്, ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ മുമ്പ് പറയാറുള്ള പോലെ ജസ്റ്റ് ഒന്ന് മെയിൽ അയക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ തന്നെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സാർ അപ്പൊ ഇങ്ങനെയുള്ള മോഡൽ വന്നാൽ എന്ത് ചെയ്യാം? പെർസെന്റേജ് ടൈപ്പ് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ കൂടെ ചിലപ്പോൾ വരും. അപ്പൊ അതൊക്കെ ഏകദേശം എല്ലാം സെയിം മോഡലൊക്കെ തന്നെയാണ്, ഇതേ മോഡലൊക്കെ തന്നെയാണ് അതൊക്കെ വരുന്നത്. ഓക്കെ, വർക്ക് ഡന്റെ മോഡലൊക്കെ തന്നെയാണ്, പെർസെന്റേജ് ഓഫ് വർക്ക് ഡൺ ഒക്കെ വെച്ച് വരുന്നതൊക്കെ. അപ്പൊ ആ വക ചോദ്യങ്ങൾ കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെ എന്ത് ചെയ്യുക? അപ്പൊ അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് അറിയണം, ഇന്ന ടൈപ്പ് ഓഫ് അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്യുക. അത് ഞാൻ അതിനനുസരിച്ചുള്ള നമുക്ക് അടുത്ത് ചെയ്യാം. ഓക്കെ, വീഡിയോസ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മളിവിടെ പഠിച്ചത് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ്, ഫാക്ടറൈസേഷൻ എന്താണ്, ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ച് എങ്ങനെ സോൾവ് ചെയ്യാം, ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ച് എങ്ങനെ സോൾവ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ വേർഡ് പ്രോബ്ലംസ്, പല ടൈപ്പ് ഓഫ് വേർഡ് പ്രോബ്ലംസും കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത്രയും ടൈപ്പ് ഓഫ് വേർഡ് പ്രോബ്ലംസ് ആണ് നമുക്ക് ചോദിക്കുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ട, ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ചോദ്യമാണ് the roots of the quadratic equation px square minus qx plus r equals 0 are real and equal if. ഓക്കെ, അവര് റിയലും ഈക്വലും ആണ് എപ്പോഴാണ്? നമുക്കറിയാം റിയലും ഈക്വലും ആണെങ്കിൽ എന്ത് ഇതാകണം? റിയലും ഈക്വലും ആണെങ്കിൽ ഡിസ്ക്രിമിനന്റ് ഷുഡ് ബി ഈക്വൽ ടു 0. ഓക്കെ, റിയൽ ആൻഡ് ഈക്വൽ ആണെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞ കണ്ടീഷൻ? നാച്ചുറൽ ഓഫ് റൂട്ട്സ് ആണ്. ഓക്കെ, അതിന്റെ റൂട്ടിന്റെ പ്രോപ്പർട്ടിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, നാച്ചുറൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നാച്ചുറൽ ഓഫ് റൂട്ട്സ് ആണ്. അത് എന്തിനെ റിലേറ്റ് ചെയ്താണ് വരുന്നത്? ഡിസ്ക്രിമിനന്റ് റിലേറ്റ് ചെയ്താണ് വരുന്നത്. അപ്പൊ ഡിസ്ക്രിമിനന്റ് ഷുഡ് ബി ഈക്വൽ ടു 0. ഇവിടുത്തെ ഡിസ്ക്രിമിനന്റ് എന്താണ്? ഡിസ്ക്രിമിനന്റ് നമുക്കറിയാം b സ്ക്വയർ മൈനസ് 4ac. ഓക്കെ, ബി സ്ക്വയർ മൈനസ് 4ac ആണ് വരേണ്ടത്. ഇവിടെ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയുടെ സ്ഥാനത്ത് എന്ത് കിടപ്പുണ്ട്? ബി എന്ന് പറഞ്ഞാൽ മൈനസ് ക്യൂ ആണ് കിടക്കുന്നത്. ബിയുടെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? മൈനസ് ക്യൂ. അപ്പൊ എന്ത് വരും? മൈനസ് ക്യൂ ദ ഹോൾ സ്ക്വയർ മൈനസ് ഈക്വൽ ടു 0 ആണ് വരേണ്ടത്. മൈനസ് 4 ടൈംസ് എയുടെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? എ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. എയുടെ സ്ഥാനത്ത് എന്താ? പി ആണ്.
ഓക്കെ, ടൈം സി. സി എന്ന് പറഞ്ഞാൽ എന്താ? സിയുടെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? ആറാണ് കിടക്കുന്നത്. പി ആർ ഈക്വൽ ടു 0. ഓക്കെ, ഇവിടെ നിന്ന് എന്ത് കിട്ടും? മൈനസ് ക്യൂ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ക്യൂ സ്ക്വയർ തന്നെ മൈനസ് 4PR ഈക്വൽ 0. ഇനി ഇവിടെ നോക്കിക്കേ, എല്ലാം ക്യൂ കണക്ട് ചെയ്താണ് വന്നിട്ടുള്ളത് അല്ലെ? ക്യൂ സ്ക്വയർ കണക്ട് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ ക്യൂ സ്ക്വയർ കണക്ട് ചെയ്തെടുക്കാം. മൈനസ് 4PR അപ്പുറത്തോട്ട് എടുക്കാൻ എന്ത് വരും? ക്യൂ സ്ക്വയർ ഈക്വൽസ് 4PR എന്ന് വരും. ഓക്കെ, അപ്പൊ ക്യൂ സ്ക്വയർ ഈക്വൽസ് 4PR. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലെ? ക്യൂ സ്ക്വയർ ഈക്വൽസ് മൈനസ് 4PR. ക്ലിയർ ആണല്ലോ മക്കളെ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അടുത്ത്, solve the following quadratic equation for x and give your answer correct to 3 significant figures. ഓക്കെ, ഇതിൽ 3 significant figures കറക്റ്റ് ചെയ്താണ് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? സ്കൂളിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ മാത്തമെറ്റിക്കൽ ടേബിൾ കിട്ടും കേട്ടോ മക്കളെ. എന്ത് കിട്ടും? മാത്തമെറ്റിക്കൽ ടേബിൾ കിട്ടും. ഓക്കെ, മാത്തമെറ്റിക്കൽ ടേബിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ റൂട്ട് ഒക്കെ എഴുതിയിരിക്കുന്ന ഒരു വാല്യൂ ആണ്. നിങ്ങൾ പരീക്ഷയ്ക്ക് കയറുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിങ്ങളെ സ്കൂളിലുള്ള ടീച്ചേഴ്സിന്റെ അടുത്ത് ചോദിച്ച് കൺഫേം ആക്കി. ഇപ്പോഴേ വേണ്ട, ഒരു ക്രിസ്മസ് ഒക്കെ ആയി കഴിയുമ്പോൾ ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ ടീച്ചേഴ്സിന്റെ അടുത്ത് ചോദിച്ച് കൺഫേം ആക്കുക. കിട്ടോ ഇല്ലയോ, സ്കൂളിൽ നിന്ന് കിട്ടോ ഇല്ലയോ എന്നുള്ള എല്ലാ സ്കൂളിൽ നിന്ന് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു പേപ്പറിൽ കുറെ റൂട്ടുകളുടെ വാല്യൂസ് കാര്യങ്ങൾ. ചില സ്കൂളുകളിൽ കുറച്ചധികം പ്രിന്റ്സ് കാണും, നമുക്ക് കയ്യിലായിട്ട് കിട്ടും. ചില സ്കൂളുകളിലാണെങ്കിൽ തന്നിട്ട് തിരിച്ചു മേടിക്കും. ഓക്കെ, തന്ന് കുറച്ച് നേരം ഒരു നമ്മളിപ്പം അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇത് നമ്മൾ സോൾവ് ആക്കി ആ റൂട്ടൊക്കെ ഉള്ള എഴുതി വെച്ചിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ട് 2-3 നമ്മൾ അത്യാവശ്യം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേ ഒരു അവസാനം വരെ കാത്തിക്കരുത്. കാരണം എല്ലാവരും കൂടെ ഒന്നിച്ച് വെച്ചിട്ടുള്ളപ്പോൾ നമുക്ക് കിട്ടണം എന്നില്ല. ഓക്കെ, അപ്പൊ കുറച്ചധികം നമ്മൾ നോക്കിയിട്ട് നമുക്ക് ഏതൊക്കെ വേണം, റൂട്ട് ഏതൊക്കെയാണ് വാല്യൂസ് വരുന്നത് എന്നുള്ളതൊക്കെ നോക്കി വെച്ചിട്ട് 2-3 നോക്കി വെച്ച് ഒന്നിച്ച് മേടിച്ചാൽ പെട്ടെന്ന് അതിന്റെ വേർഡ് ആൻസേഴ്സ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഞാൻ ഇപ്പൊ എന്തായാലും റൂട്ടിന്റെ വാല്യൂ വെച്ച് ചെയ്യുന്നില്ല. ഓക്കെ, ജസ്റ്റ് ആ റൂട്ട് വരെയുള്ള എഴുതി നിർത്താം. എന്നിട്ട് ആ റൂട്ട് നമുക്ക് ഇട്ട് ചെയ്യേണ്ടതാണ്. ജസ്റ്റ് അതുവരെ മാത്രമേ ഞാൻ ഇവിടെ എഴുതി നിർത്തുന്നുള്ളൂ. റൂട്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് അതിന്റെ വാല്യൂ കിട്ടും കേട്ടോ. അപ്പൊ നമുക്കിവിടെ നോക്കാം എന്താണ്. ഇതാണ് നമ്മളുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. 2x² മൈനസ് 10x പ്ലസ് 5 ഈക്വൽ 0. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുക? നമുക്ക് എ ബി സി ഏതൊക്കെയെന്ന് എടുത്തെഴുതുക. എ ഈക്വൽസ് 2, ബി ഈക്വൽസ് മൈനസ് 10, c ഈക്വൽസ് 5. ഓക്കെ, എന്നിട്ട് കണ്ടുപിടിക്കാനുള്ള ക്വാഡ്രാറ്റിക് ഫോർമുല എന്താ? x ഈക്വൽസ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഓക്കെ, ഇവിടെ എന്ത് വരും? x ഈക്വൽസ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് ഓഫ് മൈനസ് 10 എന്താകും? 10 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 10 സ്ക്വയർ. ഓക്കെ, മൈനസ് 4 ടൈംസ് a എന്താണ്? 2 ടൈംസ് c എന്താണ്? 5 ബൈ 2 ടൈംസ് 2. ഓക്കെ, എങ്ങനെ വരും മക്കളെ? x ഈക്വൽസ് 10. ഓക്കെ, മൈനസ് ഓഫ് മൈനസ് ആണ്, പ്ലസ് 10 ആയത്. 10 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 10 സ്ക്വയർ എത്രയാ? 100. ഓക്കെ, 100 മൈനസ് 4 ടൈംസ് 5 20. 20 ടൈംസ് 2 20 ടൈംസ് 2 എത്രയാ വരുന്നത് മക്കളെ? 20 ടൈംസ് 2 എന്ന് പറഞ്ഞാൽ 40. ഓക്കെ, സോ മൈനസ് 40 ബൈ 2 ടൈംസ് 2 എത്ര വരും മക്കളെ? 4 വരും. ഓക്കെ, ഇവിടെ അപ്പൊ എങ്ങനെ വരും? 10 പ്ലസ് ഓർ മൈനസ് റൂട്ട് 60 ബൈ 4 വരും. റൂട്ട് 60 എത്രയാ മക്കളെ? 4 ടൈംസ് 15 ആണ് അല്ലെ? 4 ടൈംസ് 15 ആണ് റൂട്ട് 60 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്തെടുക്കാം? 10 പ്ലസ് ഓർ മൈനസ് 4 ടൈംസ് 15 ആണ് അല്ലെ? അപ്പൊ റൂട്ട് 4 ടൈംസ് 15 വരും ബൈ 4 വരും. ഓക്കെ, 4 ടൈംസ് 15 ആണ് 60 എന്ന് പറയുന്നത്. റൂട്ട് 4 എത്രയാണ്? 2 ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടും? 10 പ്ലസ് ഓർ മൈനസ് 2 റൂട്ട് 15 ബൈ 4 ആയിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് എടുക്കാം? 2 കോമൺ ആയിട്ട് വെട്ടിക്കളഞ്ഞാൽ എന്ത് കിട്ടും? 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് 15 ബൈ 2 എന്ന് പറഞ്ഞു കിട്ടും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? ആ പേപ്പറിൽ നിന്ന് റൂട്ട് 15ന്റെ വാല്യൂ എടുക്കുക. ഓക്കെ, റൂട്ട് 15ന്റെ വാല്യൂ എത്രയാണോ അത് എടുക്കുക. ഓക്കെ, ഏകദേശം നമുക്ക് വരാൻ സാധ്യതയുള്ള വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് 15 വരുമ്പോൾ 3.9 3.8 ഒക്കെ ആയിരിക്കും വരുന്നത്. 3.9 ഒക്കെ ആയിരിക്കും വരുന്നത്. 3.9 സംതിങ് ആയിരിക്കും നമുക്ക് ഇതിന്റെ വാല്യൂ വരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണെന്ന് നോക്കുക. 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്.
ഓക്കെ, 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്നാണ് പറഞ്ഞത്. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. 3 ഡെസിമൽ വാല്യൂസ്, ഡെസിമൽ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഡെസിമൽ കഴിഞ്ഞിട്ട് 3 പേര് എടുക്കുക. 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ മൊത്തം 3 എണ്ണമാണ്. അപ്പോൾ ഡെസിമൽ കഴിഞ്ഞ് 2 പേര്, 1 കഴിഞ്ഞിട്ട് ഡെസിമൽ കഴിഞ്ഞ് 2 പേര്, കാരണം നമുക്ക് ഇവിടെ എടുക്കുമ്പോൾ വീണ്ടും അതനുസരിച്ചാണ് വരുന്നത്. ഓക്കെ, അപ്പൊ 3 പോയിന്റ് സംതിങ് ഒക്കെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് ആ വാല്യൂ എത്രയാണോ അത് ഇട്ട് കൊടുത്ത് ഇത് ബാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് സോൾവ് ചെയ്തിട്ട് നിങ്ങൾ എത്രയാണെന്ന് കമന്റ് ചെയ്യണേ മക്കളെ. എന്ത് ചെയ്യാം, നമുക്ക് 5 ± √15 വാല്യൂ എത്രയാണോ അത് കൊടുക്കുക. അപ്പൊ 2 സിറ്റുവേഷൻസ് വരും. ഇവിടെ നമുക്ക് എക്സ് ഏതൊക്കെ വരും, എക്സ് 2 കേസസ് വരും. എന്താണ്, എക്സ് ഈക്വൽ ടു 5 + √15/2 വരും, ഓർ എക്സ് ഈക്വൽ ടു 5 - √15/2 വരും. ഇതിൽ ആ √15 വാല്യൂ ഇട്ട് നിങ്ങൾ സോൾവ് ചെയ്തൊന്ന് കമന്റ് ചെയ്ത് നോക്കിക്കേ എത്ര വരും എന്നുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ട മോഡൽ. അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത് ഇത് 2024 ചോദ്യങ്ങളായിരുന്നു. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന 2024 സ്പെസിമെനിലെ ചോദ്യമാണ്. ഇത് ആക്ച്വലി നമ്മളുടെ അടുത്ത് നമ്മൾ റിമൈൻഡർ ആൻഡ് ഫാക്ടർ തിയറം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ബട്ട് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഉള്ളതും കൂടെയാണ് ഞാൻ ഇതൊന്ന് എടുത്തത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക, ആദ്യം എന്ത് ചെയ്യാം, ഇത് എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, x - 2 × x - 3. എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കേ എന്ത് വരും, x². ഓക്കെ, x × x x², x × -3 -3x, -2 × x -2x, -2 × -3 +6. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും, ഇത് ഇതിന് ഈക്വൽ എന്നല്ലേ പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, x² + kx + 6 ഈക്വൽ ടു ഇതാണ്. ഇതിന്റെ വാല്യൂ എത്ര വരും, x², ഓക്കെ, -3x -2x എത്ര വരും, -5x + 6. ഇനി ഇവിടെ നമുക്ക് കെയുടെ വാല്യൂ എന്താണെന്ന് പറയാൻ നോക്കിക്കേ മക്കളെ. എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് അല്ലേ കെ, ബാക്കി ഇതിന്റെ കോഎഫിഷ്യന്റ് ഇതിന്റെ കോഎഫിഷ്യന്റ് ഒക്കെ സെയിം ആണ്. അപ്പൊ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് എന്ത്, കെ എന്ന് പറയുന്നത്. സോ കെ ഷുഡ് ബി ഈക്വൽ ടു എത്ര വരണം മക്കളെ, -5 വരണം. k should be equal to -5. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ ആണോ മക്കളെ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, if the roots of the quadratic equation equal 0 are real and distinct. നാച്ചുറൽ ഓഫ് റൂട്ട്സ് ആണ് അല്ലെ. നാച്ചുറൽ ഓഫ് റൂട്ട്സ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കുന്നത് ഡിസ്ക്രിമിനന്റ് വെച്ചാണ് നോക്കുന്നത്. ഓക്കെ, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് വരുന്ന എപ്പോഴാ, d should be greater than 0. ഡിസ്ക്രിമിനന്റ് പോസിറ്റീവ് വരുമ്പോഴാണ് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് വരുന്നത്. അപ്പൊ d should be greater than 0. ഓക്കെ, റിയൽ എന്ന് മാത്രം പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എടുക്കായിരുന്നു. കാരണം റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, റിയൽ മാത്രമേ പറ്റുള്ളൂ എങ്കിൽ എന്താണ്, ഈക്വൽ ടു പോസിബിൾ ആണ്. പക്ഷെ ഇവിടെ ഈക്വൽ ടു പോസിബിൾ അല്ല, ഗ്രേറ്റർ ദാൻ മാത്രമേ വരത്തുള്ളൂ. അപ്പൊ നമുക്ക് d എന്ന് പറഞ്ഞാൽ എന്താണ്, b² - 4ac should be greater than 0. b² എന്താണ്, b² എന്ന് പറഞ്ഞാൽ b എന്ന് പറഞ്ഞാൽ എത്രയാ, -6. അപ്പൊ b² എത്രയായിരിക്കും, -6² -4 times a എത്രയാ മക്കളെ, a എന്ന് പറഞ്ഞാൽ x²ന്റെ കോഎഫിഷ്യന്റ്. x²ന്റെ കോഎഫിഷ്യന്റ് ഇല്ല എന്ന് പറയുമ്പോൾ എത്ര x² ഇവിടെ ഉള്ളത്, 1 ആണ്. ഓക്കെ, അടുത്ത c എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, ഓക്കെ c കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ആയിട്ട് കിടക്കുന്നത് എന്താ, k ആണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ 0. -6² എത്രയാ, 36 -4k greater than 0. -4k അപ്പുറത്തോട്ട് എടുത്ത് എന്ത് കിട്ടും മക്കളെ, 36 greater than 4k. ഓക്കെ, -4k അപ്പുറത്ത് പോകുമ്പോൾ +4k. അപ്പൊ 36 എങ്ങോട്ടാണോ തുറന്നേക്കുന്നത് അങ്ങോട്ട് തന്നെ തുറന്നു പിടിക്കുക കേട്ടോ, ഗ്രേറ്റർ ദാൻ 4k. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും, 36/4 greater than k. ഓക്കെ, 36/4 എത്രയാ, 9 greater than k എന്ന് വരും. ഓക്കെ, ഇതിനെ തിരിച്ചെഴുതാനാണെങ്കിലോ k should be less than 9. ഓക്കെ, 9 കെനെ കാട്ടി വലുതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചെങ്ങനെ പറയാം, k എന്ന് പറയുന്നത് 9നെ കാട്ടി ചെറുതാണെന്ന് പറയാം. ഓക്കെ, then the value of k എന്ന് പറഞ്ഞാൽ എന്താണ്, ലെസ് ദാൻ 9 ആണ്. ഓക്കെ, വാല്യൂ ഓഫ് k എന്ന് പറയുന്നത് ലെസ് ദാൻ 9 ആണ്. സോ ഓപ്ഷൻ ഡി ആണ് എന്ത് മക്കളെ, കറക്റ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, സോൾവ് ദ ഗിവൺ ഇക്വേഷൻസ് x² - 4x - 2 = 0 ആൻഡ് എക്സ്പ്രസ് യുവർ ആൻസർ കറക്റ്റ് ടു 2 places of decimal.
ഓക്കെ, 2 പ്ലേസ് ഓഫ് ഡെസിമൽ ആണ് പറഞ്ഞത്. അപ്പൊ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് വേണം? 2 വേണം. ഓക്കെ, ആ രീതിക്ക് വേണം എഴുതാൻ. ഇവിടെ നേരത്തെ പോലെ നമുക്ക് എൻഡിങ് വരെ എത്തിയിട്ട് ഞാൻ നിർത്തും. ബാക്കി നിങ്ങൾ ആൻസർ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോ നേരത്തേതും കമന്റ് ചെയ്യുക, റൂട്ട് കണ്ടുപിടിച്ച് കമന്റ് ചെയ്യുക, അതുപോലെ ഇതും റൂട്ട് കണ്ടുപിടിച്ച് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു പേപ്പർ കിട്ടും. ആ പേപ്പറിൽ നിങ്ങൾ ഇപ്പൊ ടെക്സ്റ്റ് എടുത്ത് നോക്കിയ ടെക്സ്റ്റിന്റെ ലാസ്റ്റ് എന്ത് ചെയ്യും മക്കളെ? കൊടുത്തിട്ടുണ്ടാകും എല്ലാ റൂട്ടിന്റെ വാല്യൂസും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊന്ന് സോൾവ് ചെയ്യാം. എങ്ങനെ വരും? നമ്മളുടെ ഇവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇതാണ്. ഓക്കെ, ഏതാണ്? x² - 4x - 2 = 0. ഇവിടെ എയുടെ വാല്യൂ എന്താണ് മക്കളെ? a = 1, b = -4, c = -2. നമുക്കറിയാം x ക്വാഡ്രാറ്റിക് ഫോർമുല എന്താ പറയുന്നത്? x = -b ± √b² - 4ac/2a. ഓക്കെ, ഇവിടെ നമുക്ക് സോൾവ് ചെയ്ത് എങ്ങനെ വരും? -b -4 എന്താകും? 4 ആകും. ± √b² - 4² -4 ടൈംസ് a എത്രയാണ് മക്കളെ? 1 ആണ്. c എത്രയാണ് മക്കളെ? -2 ആണ്. ബൈ 2 ടൈംസ് a എത്രയാണ് മക്കളെ? 1 ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെ വരും? x = 4 ± √(-4)² എത്രയാ മക്കളെ? 16 ആണ്. ഓക്കെ, -4 ടൈംസ് -4 +16 വരും. മൈനസ് ഓഫ് മൈനസ് എന്താകും മക്കളെ? പ്ലസ് ആകും. പ്ലസ് 4 ടൈംസ് 2 8 ബൈ എത്ര വരും മക്കളെ? 2 വരും. ഓക്കെ, ഈക്വൽസ് x ഈക്വൽസ് എന്ത് വരും? 4 ± √24/2 വരും. ഓക്കെ, 24നെ നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? ഇവിടെ നമുക്ക് അങ്ങോട്ട് എഴുതാം. 4 ± 24നെ എങ്ങനെ എഴുതാം? 4 ടൈംസ് 6 എന്ന് പറഞ്ഞ് എഴുതാം. √4 എത്രയാ മക്കളെ? 2 ആണ്. ബൈ എന്തുണ്ട്? 2 ഉണ്ട്. ഓക്കെ, √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ ഇവിടെ നിന്ന് എങ്ങനെ എഴുതാം? 4 ± 2√6/2. ഇവിടെ നമുക്ക് 2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ എന്ത് കിട്ടും? 2 ± √6. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സിന്റെ വാല്യൂസ് ഏതൊക്കെയാണ് മക്കളെ? x ഈക്വൽസ് 2 + √6 ഓർ x ഈക്വൽസ് എന്താ വരുന്നത്? 2 - √6. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? √6ന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാ മക്കളെ? അറൗണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന വാല്യൂ 2 പോയിന്റ് സംതിങ് ആയിരിക്കും വരുന്നത്. ഓക്കെ, കാരണം √3 എന്ന് പറയുന്നത് 9 ആണ്. അപ്പൊ √6 എന്ന് പറയുന്നത് ഏകദേശം 2 പോയിന്റ് വരും. √4 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. സോ 2നും 3ക്കും ഇടയ്ക്കാണ് നിങ്ങൾക്ക് ഇവിടെ √6ന്റെ വാല്യൂ വരുന്നത്. ഓക്കെ, 2 പോയിന്റ് മേ ബി 2.2 ഓർ 2.3 ആയിരിക്കും വാല്യൂസ് വരുന്നത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക? അത് നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എത്ര ഡെസിമൽ പ്ലേസസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 2 ഡെസിമൽ പ്ലേസസ്. കറക്റ്റ് 2 ഡെസിമൽ പ്ലേസസ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ 2 ഡെസിമൽ പ്ലേസസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, 2 പോയിന്റ് 2 ഡെസിമൽ പ്ലേസ് വരുന്ന രീതിക്ക് എഴുതുക. എന്നിട്ട് ആഡ് ചെയ്യുമ്പോൾ ഒരു ഉത്തരം കിട്ടും, മൈനസ് ചെയ്യുമ്പോൾ വേറൊരു ഉത്തരം കിട്ടും. രണ്ടും എന്ത് ചെയ്യുക? എഴുതുക. ഓക്കെ, അപ്പൊ എക്സിന് അവിടെ 2 ഡിഫറെന്റ് വാല്യൂസ് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് 2024 സ്പെസിമെനിലെ ചോദ്യമാണ്. The total expense of a trip for certain number of people is 18,000. നമ്മള് ട്രിപ്പ് പറഞ്ഞായിട്ട് നേരത്തെ നമ്മൾ എന്താ പറഞ്ഞേ? കുറെ വെറൈറ്റി മോഡൽസ് അവർ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള വേറെ ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ അതിൽ നിന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ചോദ്യമാണ് ഇവിടെ. എന്താണ്? 2024 സ്പെസിമെനിലുള്ളതാണ്. ഒരു ട്രിപ്പ്, അതിന്റെ ടോട്ടൽ എക്സ്പെൻസ് എത്രയാണ് വന്നിട്ടുള്ളത്? 18,000 ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത്ര ആൾക്കാർക്ക് 18,000 എന്നുള്ള രീതിക്കാണ് വരുന്നത്. If 3 more people join them, then the share of each is reduced by 3,000. ഓരോരുത്തരുടെയും ഷെയർ എത്ര വെച്ച് കുറയും? 3000 വെച്ച് കുറയും. ഓക്കെ, അപ്പൊ ഈച്ച് പേഴ്സൺസിന്റെ ഷെയർ ആണ് നമ്മൾ എടുക്കാനുള്ളത്. ഓക്കെ, നമ്മൾ ട്രിപ്പിന്റെ കേസ് പറഞ്ഞു, എമൗണ്ട് ബൈ നമ്പർ ഓഫ് പീപ്പിൾ ആണ് ഓരോരുത്തരുടെയും ഷെയർ എന്ന് പറയുന്നത്. ടേക്കിംഗ് x to be the original number of people. ഓക്കെ, അപ്പം let original number of people be people be എത്ര എടുക്കാം? people be x. okay, then rate per person, then expense per person expense per person എത്ര വരും മക്കളെ? ടോട്ടൽ എന്ന് പറഞ്ഞാൽ 18,000 ആണ്. സോ 18,000 by x വരും. ഓക്കെ, ഇനി given 3 more people
3 more people joins. Then new expense per person. New expense per person. എത്രയായിരിക്കും മക്കളെ? ടോട്ടൽ എമൗണ്ട് 18,000 തന്നെയാണ്. ഓക്കെ, ബൈ ആൾക്കാരുടെ എണ്ണം എന്ത് ചെയ്തു? 3 പേര് കൂടി. സോ അത് എത്രയായി? x+3 ആയി. ഓക്കെ, എന്നിട്ട് എന്താ പറയുന്നത്? റെഡ്യൂസ്ഡ് ബൈ 3,000. ഓക്കെ, സിൻസ് expense per person reduced by 3,000. ഓക്കെ, 3,000 വെച്ച് എന്ത് ചെയ്തു മക്കളെ? റെഡ്യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 18,000 by x minus 18,000 by x+3 ഈക്വൽസ്. അവരുടെ ഡിഫറൻസ് എത്രയാണ് മക്കളെ? ആ ഒരാളുടെ നേരത്തെ ഉണ്ടായിരുന്ന പേഴ്സന്റെ റേറ്റും ഇപ്പൊ ഉണ്ടായിരുന്ന പേഴ്സന്റെ എക്സ്പെൻസും, നേരത്തെ ഉണ്ടായിരുന്ന പേഴ്സന്റെ എക്സ്പെൻസും ഇപ്പൊ ഉണ്ടായിരുന്ന പേഴ്സൺ എക്സ്പെൻസും തമ്മിലുള്ള ഡിഫറൻസ് എത്രയെന്നാ പറഞ്ഞ മക്കളെ? 3,000 ആണ്. 3,000 കുറഞ്ഞു, അതാണ് ഇപ്പൊ നമ്മള് റെഡ്യൂസ് ചെയ്തത്. അപ്പൊ ഇവിടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 3,000 കിട്ടണം. ഓക്കെ, 3,000 കുറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ആളാണ് കുറവ്, അതാണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്തത്. അപ്പൊ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യാം കേട്ടോ. ഇപ്പൊ 3,000 കൂടി എന്ന് പറഞ്ഞിരുന്നെങ്കിലോ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കേണ്ടി വന്നേനെ. ഇവിടെ 3,000 കുറഞ്ഞു എന്ന് പറഞ്ഞാണ് ഇതിൽ നിന്ന് ഇത് കുറച്ചത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 18,000 കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ഓക്കെ, അപ്പൊ 18,000 എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 1/x മൈനസ് 1/x+3 ഈക്വൽസ് 3,000 എന്ന് വരും. ഇവിടെ നമുക്ക് 18,000 അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറൂലേ? അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് സിംപ്ലിഫൈ ചെയ്തൂടെ? ക്യാൻസൽ ചെയ്തൂടെ? എത്ര വെച്ച് ക്യാൻസൽ? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് ഇരുന്നോണ്ടാണ് ക്യാൻസൽ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എത്ര വെച്ച് ക്യാൻസൽ ചെയ്യാം? 3,000 ഒരു പ്രാവശ്യം. 18,000 എത്ര പ്രാവശ്യം വരും മക്കളെ? 6 ടൈംസ് വരും. 18,000 എത്ര വരും? 3,000 ടൈംസ് 6 ആണ് എന്ത്? 18,000. ഓക്കെ, അപ്പൊ ഇവിടെ വരുമ്പോ ബൈ വരും, അത് നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും? 1/6 എന്നുള്ള മോഡലിൽ വരും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? ഇക്വേഷൻ എങ്ങനെ വരും നോക്കിക്കേ. 1/x മൈനസ് 1/x+3 ഈക്വൽസ് 1/6 വരും. എന്നിട്ട് എന്ത് ചെയ്യാം മക്കളെ? ഇതങ്ങ് സോൾവ് ചെയ്താൽ മതി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? x+3 മൈനസ് എക്സ് ബൈ ഇതകത്തോട്ട് എടുക്കുമ്പോ എന്താകും മക്കളെ? x² പ്ലസ് 3x ഈക്വൽസ് 1/6. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ എക്സും എക്സും ക്യാൻസൽ ചെയ്ത് പോകും, ക്യാൻസൽ ചെയ്ത് പോകും. എന്നിട്ട് എന്ത് കിട്ടും? 3 times 6. 3 times 6 എത്രയാ? 18 ഈക്വൽസ് x² പ്ലസ് 3x. ഇവിടെ നമുക്ക് എന്ത് എഴുതാം മക്കളെ? x² പ്ലസ് 3x മൈനസ് 18 ഈക്വൽസ് 0. ഓക്കെ, x² പ്ലസ് 3x മൈനസ് 18 ഈക്വൽസ് 0 എന്ന് പറഞ്ഞ് എഴുതാം. ഇവിടെ നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യാം. അതുപോലെ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കും എല്ലാം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടണ്ടേ. അപ്പൊ അവർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു നിങ്ങളെ ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്കൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കുക, അതൊക്കെ നമ്മൾ ക്ലിയർ ആക്കുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു ചാപ്റ്ററുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.